പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ നമ്മൾ സ്തുതിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് നന്ദി പറയും. നന്ദി പറയാനായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഗ്ലോബൽ GSK എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഗ്ലോബൽ GSK എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയിട്ട് 9 വർഷം തികയുകയാണ്. അടുത്ത ജാനുവരി തന്നെ, ഈ മാസം 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. ഓർത്തു വെക്കാനായിട്ട് എളുപ്പമുള്ള ദിവസമാണ്. അതേ ദിവസമാണ് GNM ഇന്ത്യ എന്ന പേരിൽ പ്രസ്ഥാനം തുടങ്ങിയത്. അതിനുശേഷം അത് പല പേരുകളിൽ ഇന്നിവിടെ എത്തി നിൽക്കുന്നു. നമ്മൾ GHK ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം USA GHK ആയിട്ട് ആൻഡി ലോക്കി എന്ന് പറയുന്ന വനിത തുടങ്ങിയ ആ സംഘടനയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആൻഡി ലോക്കി, ഷീസ് ഫ്രം മയാമി, USA, നമ്മൾ ഈ വരുന്ന 26-ാം തീയതി തന്നെ, അതായത് അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഒരു ആനുവൽ സെലിബ്രേഷൻ നടക്കുകയാണ്. ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 സ്പീക്കേഴ്സ് 2 മണിക്കൂർ സമയം ലൈവായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ നടത്തിയാണ്. അതിൻ്റെ ബ്രോഷർ, പോസ്റ്റർ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എല്ലാവരും ആ ദിവസം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കണം. വൈകുന്നേരം 8 മണിയാണ്, തിങ്കളാഴ്ചയാണ് നമ്മുടെ 26-ാം തീയതി. വൈകുന്നേരം 8 മണി മുതൽ 10 മണി വരെയാണ്. ഇത് ഒരു ക്ലാസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറേ രോഗത്തെ എങ്ങനെ GHK ചികിത്സിക്കണം എന്നുള്ളതല്ല, ലിവിങ് GHK എന്നുള്ളതാണ് ഞങ്ങളുടെ ടോപ്പിക്. ലിവിങ് GHK, അതായത് GHK എന്ന് പറയുന്ന ജർമാനിക് ഹീലിംഗ് നോളജ്. ആ നോളജ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നു, അല്ലെങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു വിഷയമാണ് 2 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. ആ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി ഈ ക്ലാസ്, എൻ്റെ ക്ലാസ്സുകൾ കൂടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ടോപ്പിക് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് അറിയപ്പെട്ടിരുന്ന, ഇന്ന് ജർമാനിക് ഹീലിംഗ് നോളജ് അല്ലെങ്കിൽ GHK, ജർമാനിഷ് ഹൈൽക്കുണ്ട് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്ന ഒരു അറിവാണ് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അതൊരു ന്യൂ മെഡിസിൻ അല്ല, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയി. അതിൻ്റെ ന്യൂനെസ് അല്ലെങ്കിൽ പുതുമയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ അത് ഒത്തിരി രാജ്യങ്ങളിൽ അത് അംഗീകരിച്ചിരിക്കുന്ന ധാരാളം പേര് ഈ അറിവിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കണമെന്നുള്ള വളരെ ഗൗരവതരമായ ചിന്ത, അതിനനുസരിച്ചുള്ള ഡയറക്ഷൻസ് നമ്മൾ എല്ലാവിധ കാറ്റഗറിയിലുള്ള ജനങ്ങളോടും നമ്മൾ പറയുന്നു, പഠിപ്പിക്കുന്നു. എല്ലാവരെയും പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഡോക്ടർ റൈക്കെ ജിയൻ ഹാമർ എന്ന് പറയുന്ന ജർമ്മൻ ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് ലോകത്തിന് കൊടുത്തത്. അദ്ദേഹത്തെ അതുകൊണ്ട് ഞാൻ ഒരു പ്രവാചകനായിട്ട് കരുതാനായിട്ടാണ് എനിക്കിഷ്ടം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള അറിവ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ച വ്യക്തികളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം അത്തരമൊരു പ്രവാചകനായിട്ടാണ് ഞാൻ ഡോക്ടർ ഹാമറിനെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ, ഇവിടെ വന്നിരിക്കുന്ന ധാരാളം പേരുടെ ജീവിതത്തിലെ പോലെ ഡോക്ടർ ഹാനിമൻ ആണ് നമ്മുടെ ആദ്യത്തെ പ്രവാചകൻ. അല്ലെങ്കിൽ എന്താണ് ക്യൂർ എന്നുള്ളതിൻ്റെ നാച്ചുറൽ ലോ ഓഫ് ക്യൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിമിലിയ സിമിലിബസ് തുരേണ്ട തുടങ്ങി 7 അടിസ്ഥാന പ്രമാണങ്ങളുടെ ബലത്തിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതാണ്. അതിനെ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഡിസീസ് നോളജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശാസ്ത്രത്തിന് 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, അതിൻ്റെ 5 ബയോളജിക്കൽ ലോസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള ക്ലാസ്. അത് ഡോക്ടർ ശശിധരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേ ക്ലാസ്സുകൾ നടത്തി. ഇപ്പോഴും നമ്മൾ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് സ്പെഷ്യൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. അതായത് GHK എന്ന് പറയുന്ന ഈ പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും രോഗം എന്ന് നമ്മുടെ മനസ്സിലുള്ള ആ സാധനമില്ല. രോഗം എന്ന് പറയുമ്പോൾ എന്തോ പ്രകൃതിക്ക് എന്തോ തെറ്റുപറ്റി, നമ്മുടെ ശരീരത്തിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റി,
അല്ലെങ്കിൽ നമ്മൾക്ക് എന്തോ നമുക്ക് ശത്രുവായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ രോഗത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് രോഗം എന്ന ഡിസീസ് എന്ന് പറയുന്ന ആ വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല, പത്തോളജി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ സോ കോൾഡ് ഡിസീസ് എന്നാണ് പലപ്പോഴും ഈ രോഗത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും രോഗം അല്ലെ ഡിസീസ് എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, സോ കോൾഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഓരോ നമ്മൾ അറിയപ്പെടുന്ന രോഗങ്ങളെയും എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് നമുക്ക് ഈ അറിവ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു മനുഷ്യ ശരീരത്തെ തുടങ്ങിയാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും ഈ ശാസ്ത്രം മനസ്സും തലച്ചോറും ശരീരവും കൂടെ ഉള്ള സിങ്ക്രോണിസിറ്റിയാണ് ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം. ഈ മൂന്നും ഒരേ ഹ്യൂമൻ ഓർഗാനിസത്തിന്റെ മൂന്ന് തലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മൂന്ന് ഘടകങ്ങളാണെന്നും ഇത് മൂന്നും കൂടെ പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് രോഗം എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം. അതാണ് സിങ്ക്രോണിസിറ്റി ഓഫ് സൈക്കി എന്നാണ് പറയുക. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. സൈക്കി എന്ന് പറയുന്നത് കൂടുതലും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ടാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കോൺഫ്ലിക്ട്സ് ആണ് രോഗം ഉണ്ടാക്കുന്നതും. അതേ കോൺഫ്ലിക്റ്റ് അതേ തലത്തിലാണ് റെസൊല്യൂഷൻ നടക്കുന്നത്. അങ്ങനെ റെസൊല്യൂഷനിലൂടെയാണ് നമ്മൾ ആ രോഗാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് അതിനകത്ത് കിടക്കാൻ സാധിക്കും. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ശാസ്ത്രത്തിന്റെ ആ ഒരു സ്കോപ്പ് വളരെ 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 കൂടുതലാണ്. കാരണം എല്ലാ രോഗികളോടും നമുക്ക് ഈ പറയുന്ന തെറാപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ല, അല്ലെങ്കിൽ തെറാപ്പി എല്ലാവരിലും ഒരേപോലെ ഫലപ്രദമാകത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മയാസം പഠിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു സിഫിലിറ്റിക് കേസസിനാണ് നമ്മൾ കർശനമായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആക്കുന്നത്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ വളരെ വിശാലമാണ്, വിപുലമാണ്. നമ്മൾ ക്രമത്തിലാണ് വന്നത്. നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് എന്ന് നമുക്ക് പറയുന്ന അവിടെ നമ്മുടെ ഈ ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന വായു മുതൽ നമ്മൾ തൊണ്ടയിൽ ഒരു ഫിൽറ്റർ നടത്തി, മൂക്കിലൊരു ഫിൽറ്റർ നടത്തി, കണ്ണിലൊരു ഫിൽറ്റർ നടത്തി, ചെവി, വായ എല്ലാം നടത്തി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ട സംഗതികളെ സ്വീകരിക്കാനും ഇനി അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ തൈറോയിഡ് പഠിച്ചു, ഈസോഫാഗസ് പഠിച്ചു, സ്റ്റൊമക്ക് പഠിച്ചു, ലിവർ പഠിച്ചു, പാങ്ക്രിയാസ് വരെ പഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാങ്ക്രിയാസിനെ കുറിച്ചാണ്. അപ്പൊ ഏത് അവയവത്തെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അതൊരു പ്രോഗ്രാം ആയിട്ടാണ്. ഒരു പ്രോഗ്രാം അല്ല, അനേക പ്രോഗ്രാംസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പഠിക്കുന്ന എല്ലാ അവയവങ്ങളും എംബ്രിയോളജിക്കലി 3 ജെർമിനൽ ലേയേഴ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 3, 4 ആകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീസോഡേം എന്ന് പറയുന്ന ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം എന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വിഷയം, അതായത് ഇൻറ്റസ്റ്റൈൻസ് എന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്ലസ് റെക്റ്റം. രക്തത്തെ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ പെടുത്തുന്നില്ല, അതുകൊണ്ട് റെക്റ്റം, പിന്നെ രക്തത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതിൻ്റെ ഏനസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വരെയുള്ള ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഒരു 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 കറക്ഷൻ വന്നതാണ്, ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് മലയാളത്തിൽ കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാരണം ഇത് നമ്മുടെ മലയാളം പ്രോഗ്രാമാണ്. ധാരാളം പേർക്ക് നമ്മുടെ ഈ ടെക്നിക്കൽ ടേംസ്, മെഡിക്കൽ ടേംസ് അറിയത്തില്ലാത്തവരെയും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതായത് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സ് അല്ലാത്തവർക്കും അറിയുന്നതാണ്, നമ്മുടെ കുടൽ എന്ന് പറയുന്ന അവയവമാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ, വൻകുടൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ഒരു ഭാഗം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം പാങ്ക്രിയാസ് പഠിച്ചപ്പോൾ നമുക്ക് ഡിയോഡിനവും ഡിയോഡിനൽ ബൾബ് അല്ലെങ്കിൽ ഡിയോഡിനൽ കർവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നു. നമ്മളത് പഠിച്ചു. പക്ഷെ ഈ ചെറുകുടലിന് 3 അനാറ്റമിക്കിലെ 3 ഭാഗമുണ്ട്. അത് ഡിയോഡിനം, ജെജുനം, ഇലിയം. ഇലിയം എന്ന് പറയുന്നതാണ് സീക്കം എന്ന് പറയുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനോട് ചേരുന്ന ജംഗ്ഷൻ. അതുകൊണ്ട് ഇലിയോ സീക്കൽ ജംഗ്ഷൻ ഈ പടത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇലിയോ സീക്കൽ ജംഗ്ഷൻ വരെ നമ്മൾ ചെറുകുടലിന്റെ ഭാഗം എന്ന് പറയും. അവിടെ മുതലാണ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗത്തിനാണ് നമ്മൾ സീക്കം എന്ന് പറയുന്നത്. അതിനുശേഷം അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ. അതിൻ്റെ വാക്കുകൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാൻസ്വേഴ്സ് കോളൻ, പിന്നെ ഡിസെൻഡിങ് കോളൻ. അപ്പൊ ഡിസെൻഡിങ് കോളൻ
എൻസ് ഇൻ സീക്കം സിഗ്മോയിഡ് കോളൻ. അപ്പോൾ സിഗ്മോയിഡ് കോളന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് റെക്റ്റൻ. അപ്പോൾ ഈ സിഗ്മോയിഡ് കോളനും റെക്റ്റനും അനാറ്റമിക്കലി രണ്ട് അവയവമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും അതിൻ്റെ ടിഷ്യൂ വൈസ് ആയിട്ട് ഒരേപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റും ഈ ഒരു മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇതുവരെ പഠിച്ചവർക്കെല്ലാം മനസ്സിലാകും. കാരണം മഞ്ഞ നിറം റെപ്രസെന്റ് ചെയ്യുന്നത് അതിൻ്റെ ടിഷ്യൂ ജെർമിനൽ ലെയർ ഓഫ് ഒറിജിൻ, അതായത് അതെല്ലാം എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. മഞ്ഞ നിറം കാണുന്നില്ല. അവിടെ എവിടെയും ചെറിയ ചുമപ്പ് നിറം കാണുന്നുണ്ട്, അതെല്ലാം എക്ടോഡേമാണ്. അപ്പൊ നമ്മൾ ചുമപ്പ് നിറം ഏറ്റവും മുകളിൽ കാണുന്ന അവസാനിക്കുന്നത് സ്മോൾ കർവേച്ചർ ഓഫ് ദി സ്റ്റൊമക്ക് ആണ്. താഴെ നമ്മൾ ഇനി കാണും റെക്റ്റത്തിന്റെ അവിടെ ഒരു കുറച്ച് എപ്പിഡെർമിസ് അതായത് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന ടിഷ്യൂ അവിടെയുണ്ട്. അതൊരു 12 സെന്റിമീറ്റേഴ്സ്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കുകയാണ്. ഇൻഡസ്റ്റൈൻ ആണ് നമ്മുടെ ജീവിതത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണേൽ പറയാം. നമ്മുടെ ജീവനെ, അല്ലെങ്കിൽ ഡൈജസ്റ്റിംഗ് ദി ലൈഫ് ഇംഗ്ലീഷിൽ പറയണം, ജീവനെ തന്നെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യ ലോകത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ. അതെപ്പോഴും ഭക്ഷണം മാത്രമല്ല നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുക അല്ലെ ദഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചില മനുഷ്യനാകുമ്പോഴത്തേക്ക് അത് ഭക്ഷണത്തിൽ മാത്രം നിൽക്കുന്നില്ല. അപ്പം ഒരു പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ മത്സ്യത്തിനോ ഒക്കെ കുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഒരിടത്ത് ഇട്ട് കൊടുക്കുകയും മറ്റേ വശത്തൂടെ ഭക്ഷണം കളയുകയും ചെയ്യുന്ന ഒരു കുഴൽ എന്ന് മാത്രം അതിനർത്ഥമുള്ളൂ. അതേസമയം മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മനുഷ്യന്റെ ബുദ്ധി കാരണം നമുക്ക് പല പല വിഷയങ്ങളും, നമുക്കതിനെ ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി, ഒരു സാധനം, അത് പലപ്പോഴും ഭക്ഷണമാകണമെന്നില്ല. ചില കാര്യങ്ങൾ അതെല്ലാം കൂടിയാണ് നമ്മൾ ബാഹ്യ ലോകത്തിൽ നിന്നും ആഗിരണം ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ്, ജീവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യുക, ദഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടൽ എന്ന് മനുഷ്യന്റെ കുടലിനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശാലമായ അർത്ഥത്തിൽ പറയാം. അവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന് കൊള്ളാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത സാധനത്തെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും, കളയും. അതാണ് വേസ്റ്റ് ആയിട്ട് പോകേണ്ടത്. അതാണ് വിസർജ്യം. ഇപ്പൊ വിസർജ്യം ആകേണ്ട സാധനങ്ങളെ നമ്മൾ തരം തിരിച്ച് വിസർജ്യത്തിലേക്ക് വിടുകയും അങ്ങനെ നമ്മളുടെ സ്വീകരിക്കേണ്ട സാധനത്തെ സ്വീകരിക്കുകയും ചെയ്യും. അത് രണ്ട് രീതിയിലാണ്. അത് നമ്മൾ ഫിഗറേറ്റീവ്ലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കുടലിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ചില വിഷയങ്ങളെ നമ്മൾ ആഗിരണം ചെയ്യുകയും ചില വിഷയങ്ങൾ നമ്മൾ ദഹിക്കാൻ പറ്റാതെ വരികയും അല്ലെ പറ്റാതെ ഏതാണെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു ഗൗരവതരമായ ഒരു വിഷയവും ഈ പറയുന്ന കുടൽ തന്നെയാണ് നിർവഹിക്കുന്നതെന്ന് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ജീവനെ അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ ദഹിപ്പിക്കുന്നു, വേണ്ടാത്തതിനെ നമ്മൾ കളയുന്നു. അതോടുകൂടി ആ ചുമന്ന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ഭാഗം, രക്തത്തിന്റെ അവസാന ഭാഗത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കാരണം അതും യൂറിനറി ട്രാക്ട്, യൂറിറ്റർ, ബ്ലാഡർ, ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺഫ്ലിക്റ്റ് നമ്മൾ ഇനി കിഡ്നി പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അത് ടെറിട്ടറി മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു മാർക്കിംഗ് കോൺഫ്ലിക്റ്റ് ചെയ്യാനും ഈ മലം അല്ലെങ്കിൽ വിസർജ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു ഫിഗറേറ്റീവ് വേ ആണ്. അല്ലാതെ നമ്മൾ ഒരു സ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ മനുഷ്യരാരും അവിടെ വിസർജ്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്ഥലം അക്വയർ ചെയ്യുന്നില്ല. അതേസമയം പക്ഷി മൃഗാദികളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ബയോളജിക്കലി അത് പഠിക്കും. അപ്പോൾ ഇത്രയും ആമുഖം നീണ്ടുപോയി, നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. എന്നാൽ വളരെ നീണ്ട ഒരു വിഷയമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഈ ക്ലാസ്സുകൾ ഒരിക്കലും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല, ക്ഷമിക്കണം. നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം തരിക, അത് മാത്രമാണ് ലക്ഷ്യം. കാരണം ഇന്നത്തെ ഈ സ്മോൾ ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു ക്ലാസ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള സമയമുണ്ട്. ഒരു കേസ് തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം സ്മോൾ ഇൻഡസ്ട്രിയിലാണ്, അല്ലെങ്കിൽ ചെറുകുടലാണ്. അതിന് മുമ്പായിട്ട് ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, കുടലാണ് നമ്മുടെ പ്രിമീവൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം.
പ്രൈമൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഒരു ജീവിയെ സംബന്ധിച്ച് അതിൻ്റെ കുടലാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇതാണ് നമ്മുടെ ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രധാനം. അപ്പോൾ എന്താണ് അസിമിലേറ്റ് ചെയ്യുക, നമ്മുടെ ആഗിരണം ചെയ്യുക, പുറത്തുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എടുക്കുക, അതോടുകൂടി തരംതിരിക്കുക. അതിവിടെയും തുടരുന്നുണ്ട്. അതായത് എങ്ങനെ മൂക്കിൽ നിന്ന് നല്ല മണവും ചീത്ത മണവും നമ്മൾ വേർതിരിച്ചോ, വായിൽ നല്ല രുചിയും ചീത്ത രുചിയും തിരിച്ചോ, ചെവിയിൽ നല്ല ശബ്ദവും നല്ല സ്വരവും കേൾക്കാനും കേൾക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ചെവി ഉപയോഗിച്ചു, അതുപോലെ എല്ലാ അവയവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച് താഴത്തേക്ക് വരുമ്പോൾ കുടൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനും ആഗിരണം ചെയ്യാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അവസാന ഭാഗത്തിന് ടെറിട്ടോറിയൽ മാർക്കിംഗ് എന്നുള്ള ഒരു ഫങ്ഷനും ഈ പറയുന്ന മലവിസർജനം കൊണ്ട് ബയോളജിക്കലി അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രോഗ്രാംസ്, ഇനി നമ്മൾ ഓരോ രോഗങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഒരു രോഗത്തെക്കുറിച്ച് പോലും ഇന്ന് സംസാരിക്കാൻ സമയമില്ല. പക്ഷെ ഓരോ അവയവത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏത് കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്, ഏത് ബ്രെയിൻ ടിഷ്യൂ അല്ലെ ബ്രെയിൻ റിലേയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഏത് കോൺഫ്ലിക്റ്റ് ആണ്, ഈ 3 കാര്യം പറയാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന സമയത്തിൽ നമ്മൾ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും ഈ പടത്തിലേക്ക് വരികയാണ്. ഞാൻ ആകെപ്പാടെ പറഞ്ഞ പോലെ മൊത്തത്തിൽ കാണുന്ന മഞ്ഞ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിഷ്യൂ, ആ കുടൽ, അതായത് ചെറുകുടലിന്റെ ആദ്യ ഭാഗം മുതൽ ഡിയോഡിനം മുതൽ ഈ രക്തത്തിന്റെ അവസാനത്തെ ആ ഭാഗം വരെയും ഉള്ള ആ മഞ്ഞ നിറം മുഴുവൻ കാണിക്കുന്നത് ആ ടിഷ്യൂ എല്ലാം എൻഡോഡേം ഡിറൈവ്ഡ് ആണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എൻഡോഡേം, മീസോഡേം, എക്ടോഡേം, അല്ലെങ്കിൽ മീസോഡേം ആണെങ്കിൽ ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം, ഇതെല്ലാം നിങ്ങൾ പോയി പഠിക്കണം. 5 ബയോളജിക്കൽ ലോസ് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കോൺഫ്ലിക്റ്റ്? ഐ കനോട്ട് ഡൈജസ്റ്റ് എന്നുള്ളതാണ്. അതായത് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയുന്ന അത് ഭക്ഷണവുമാകാം. അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മാത്രമാണ്. പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് ചില വിഷയങ്ങളുമാകാം. എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനെന്താ അങ്ങനെ ചെയ്തത്, അവളെന്താ അങ്ങനെ പെരുമാറിയത്, അവളെന്താ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുകയാണ്, എന്നെ അതിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്, എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് മലയാള ഭാഷയിലെ എല്ലാ ലോക ഭാഷകളിലുള്ള ഒരു വാക്ക് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഐ കനോട്ട് ഡൈജസ്റ്റ് ഇറ്റ് ഓർ ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് ഡൈജസ്റ്റഡ് ഇൻ മീ എന്ന് പറയുന്ന അതേ വിഷയം തന്നെയാണ്. അപ്പോൾ ഐ കനോട്ട് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഐ കനോട്ട് അസിമിലേറ്റ് എ മോർസൽ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർസൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോർസൽ എന്ന് പറഞ്ഞാൽ ഒരു ഉരുള എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മീൽ, അല്ലെങ്കിൽ പോർഷൻ ഓഫ് എ ഫുഡ് മീൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു സംഗതി നമ്മുടെ ഉള്ളിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നു. എന്താണ്? നമ്മൾ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ കഥയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പറയാം, നമ്മളിപ്പോൾ എൻ്റെ മകളെ ഒരു മരുമകനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അവൾ എൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മകളുടെ ഭർത്താവാണ്, അല്ലെ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു ഭാഗം, അല്ലെ എൻ്റെ ഭാര്യ തന്നെ, ഞാൻ അതിനെ സ്വീകരിച്ചു, ഭാര്യയായിട്ട് സ്വീകരിച്ചു. പക്ഷെ അവളുടെ ചില പെരുമാറ്റം എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല, എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇത് തന്നെയാണ്. അപ്പൊ അതുപോലെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ എനിക്കങ്ങ് ദഹിക്കുന്നില്ല. ചിലപ്പോൾ അതൊരു പാർട്ടീഷൻ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിയോഡനത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. പാങ്ക്രിയാസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു നമ്മുടെ പ്രോപ്പർട്ടി, ഡീൽ, പാർട്ടീഷൻ, ഫാമിലി, ഇങ്ങനെയുള്ളതെല്ലാമാണ് അവിടുത്തെ കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആ മലദ്വാരത്തിലേക്ക് അടുക്കും തോറും അതിൻ്റെ ഒരു ഡേർട്ടി കോൺഫ്ലിക്റ്റ് എന്ന് നമ്മളത് ട്രാൻസ്ഫോം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്താണ് ഇവിടെ? എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഡൈജഷൻ. അപ്പോൾ എന്താണ് ബോഡി അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്? അവിടെയുള്ള സെല്ലുകളെല്ലാം എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള സെല്ലുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. ആ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ സെൽ പ്രോളിഫറേഷൻ എന്ന് പറയുന്നത്, അത് ട്യൂമർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഓരോ അഡിനോമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അഡിനോ കാർസിനോമ എന്ന് കൺവെൻഷണൽ മെഡിസിൻ പിടിക്കും. കാരണം ഇത്രയേ പാടുള്ളൂ ഒരു റേഞ്ച് ഓഫ് ഗ്രോത്ത് ഓഫ് എ ട്യൂമർ. അത് കഴിഞ്ഞാൽ അതിനെ ക്യാൻസർ ആയിട്ട് പേര് വിളിക്കും. അതാണ് ഇന്നത്തെ നടപ്പ്, ലോക നടപ്പ്, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തെ ബിസിനസ് അങ്ങനെയാണ്. അതായത് ഇത്രയേ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ക്യാൻസർ ആയേക്കാം. അപ്പൊ എന്താണ് ശരിക്കും? ദഹിക്കാത്ത ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ഡീൽ, ഒരു വിഷയം നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ വിഷമിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് ചെറുകുടലിലുള്ള ഈ ഗ്ലാൻസിന്റെ ലക്ഷ്യം.
അത് ദഹിപ്പിക്കാൻ വേണ്ടി ബോഡിക്ക് ഇത് ഇമോഷണൽ ആണോ അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ആണോ ഫിസിക്കൽ ആണോ എന്നൊന്നും അറിയത്തില്ല. ഒരു ഭക്ഷണം ദഹിക്കാതെ ചെന്നാലും ഇതേ ചേഞ്ചസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു ദഹിക്കാത്ത ഒരു ഭക്ഷണം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ട്യൂമർ ഫോർമേഷൻ നടക്കും, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഡിനോ കാർസിനോമ എന്നൊക്കെയാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ഗ്രോത്തിനെ അവർ വിളിക്കുന്നത്, കൺവെൻഷണൽ മെഡിസിൻ വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദി ഡൈജസ്റ്റീവ് കപ്പാസിറ്റി, ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അവയവങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു, അവിടെ ട്യൂമർ ഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റേണലി അവിടെ ഇവിടെയൊക്കെ ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന എല്ലാ ഗ്ലാൻഡുകളിലും നമ്മൾ നെക്രോസ്ഡ് എന്ന് പറയാം, നെക്രോസിസ് നടക്കുന്നു, അല്ലെങ്കിൽ ഹേസിയേഷൻ നടക്കുന്നു എന്ന് പറയാം, ഡിസോൾവ് ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ബിക്കോസ് ഇറ്റ് ഈസ് എൻഡോഡേർമൽ ഒറിജിൻ, ദി മൈക്രോബ്സ് ഗിവൺ ത്രഷോൾഡ്, അങ്ങനെയാണ് അത് അവിടുത്തെ ഏൽപ്പിച്ചിരിക്കുന്ന മൈക്രോബ്. ഓരോ ഫങ്ഷനും അത് എംബ്രിയോളജി 3rd ലോ ആണ്. ഓരോ എംബ്രിയോളജിക്കൽ ലെയറിനും ഓരോ പർട്ടിക്കുലർ മൈക്രോബ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ because it is endoderm derived tissue controlled by this brain stem, അവിടെ ഏത് ഓർഗാനിസം ആണെന്ന് പറയുന്നത് TB ബാക്ടീരിയ ഓർ ഫംഗസ്, ഇതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഹീലിംഗ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അവിടെ ചിലപ്പോൾ ഡയറിയ ഉണ്ടാകാം, അതിന്റെ ഫലമായിട്ട് ഭയങ്കര വേദന ഉണ്ടാക്കാം, ഈ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വാട്ടർ അക്യുമുലേഷൻ വരാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഹ്യൂജ് ടെൻഡർനെസ് ഉണ്ടാകാം, അതിൻ്റെ കൂടെ ഡയറിയ, അതിനകത്ത് ബ്ലഡൊക്കെ വന്നേക്കാം. ബിക്കോസ് TB ബാക്ടീരിയ ആണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ TB ഇൻഫെക്ഷൻ എന്ന് സോക്കോൾഡ് കണ്ടീഷനിലുണ്ടാകുന്ന എല്ലാം, നൈറ്റ് സ്വെറ്റ്, ഫീവർ ഉണ്ടാകാം, മൈൽഡ് ഫീവർ, അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഇതുണ്ടാകും. ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഇതാണ് ബ്രെയിനിൻ്റെ അകത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈനെ കവർ ചെയ്യുന്നത്, ആ ഒരു കോൺസെൻട്രിക് സർക്കിൾ. നിങ്ങൾക്കറിയാം, ഒരു ഹെമി സ്ഫിയർ ആണ് ബ്രെയിനിൻ്റെ 2. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ബ്രെയിനിൻ്റെ ലാസ്റ്റ് ഓർഗൻ, അല്ലെങ്കിൽ ആ ചെയിൻ ഒരു മാല പോലെ അടുക്കിയിരിക്കുന്ന അതിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഹെമിസ്ഫിയറിൻ്റെ റൈറ്റിലെ ഏറ്റവും അവസാനത്തെ. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം മൗത്ത് ഫാരിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ അല്ലെങ്കിൽ മിഡ് ലൈനിൻ്റെ തൊട്ട് വരുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കൺട്രോളിങ്. ഇതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് നമ്മൾ ഇതുവരെയും നമ്മൾ ലിവർ പഠിച്ചപ്പോൾ, പാങ്ക്രിയാസ് പഠിച്ചപ്പോൾ, ഡിയോഡിനം പഠിച്ചപ്പോൾ, ഇന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ പഠിക്കുമ്പോൾ വരെയുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ കോളനിലേക്ക് പോവുകയാണ്. കോളൻ മീൻസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്? മഞ്ഞ നിറം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? They are all from the endoderm derived tissue, and അതുകൊണ്ട് തന്നെ അത് ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ടിഷ്യൂ ആണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെം സെയിം ആണ് നമ്മൾ അതിൻ്റെ പിക്ചർ കാണുമ്പോൾ. പക്ഷേ ഈ പറയുന്ന 4 ഭാഗം, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നത് ലാർജ് ആണല്ലോ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലുള്ള ഭാഗം ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെയിൻ പോലെ, മാല പോലെ അടുക്കി വെച്ചിരിക്കുന്ന ആ 4 സെൻറ്ററാണ്. ഇതിനെയാണ് ബ്രെയിൻ കൺട്രോളിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് സീക്കം അപ്പൻഡിക്സ്, സെക്കൻഡ് അസെൻഡിങ് കോളൻ, മറ്റേ ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ. അവിടെ വരെ ആ 4ഉം ഓർഡർലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്താണ്? അതായത് റെക്റ്റം, നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നമ്മൾ മുകളിലേക്ക് പോകും. മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക്, അതായത് നമ്മുടെ വായുമായിട്ട് അല്ലെങ്കിൽ തലച്ചോറുമായിട്ട്, കേന്ദ്രവുമായിട്ട്, തലയുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഏരിയയിലുള്ളത് താഴത്തേക്ക് പോകുന്നതോളം അല്ലെങ്കിൽ മലദ്വാരത്തിലേക്ക് അടുക്കുന്നതോളം അതിനൊരു ഡേർട്ടി കണ്ടന്റ് വരുന്നു, ഡേർട്ടി എലമെന്റ് അല്ലെങ്കിൽ ഡേർട്ടി, നമ്മൾ ഡിസ്പൈസബിൾ എന്ന് വേണേൽ പറയാം. നമുക്ക് വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ കളയേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മോർസൽ കോൺഫ്ലിക്റ്റ്. ഇതെല്ലാം മോർസലാണ്. ദാറ്റ് മീൻസ് സംതിങ് ഹാസ് ഗോൺ ടു മൈ സിസ്റ്റം വിച്ച് ഇസ് എ ഡേർട്ടി തിങ്. എന്താണ് ഡേർട്ടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറേ കേസസും കുറേ ഉദാഹരണങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. അത് എൻ്റെ പ്രോഗ്രാം അനുസരിച്ച് ഈ ഓരോ ടിഷ്യൂ, ഓരോ ഓർഗനും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എൻ്റെ മനസ്സിലുള്ള പ്രോഗ്രാം. അതുകൊണ്ട് ഒരു കേസും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. ഡോക്ടർ ശശിയോടൊപ്പം കുറേ കേസുകൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ദിവസത്തേക്കും കൂടെ ലീവിലാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ഇവിടെ അതായത് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളത് മുഴുവൻ ഡേർട്ടി കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അഗ്ലി കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ എന്താണ് അഗ്ലി കോൺഫ്ലിക്റ്റ്? നമ്മളൊരാൾ പറയും, ഇടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വേറൊരാൾ പറയും, നാച്ചുറലി പറയും, നിനക്ക് വട്ടുണ്ടോ, നീ എന്തിനാ ഇതൊക്കെ വേണ്ടാത്ത, ഇതൊക്കെ ലെറ്റ് ഗോ.
നമ്മൾ പറയും ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് ചെയ്താൽ അത് പറ്റത്തില്ല. ചിലർക്കൊക്കെ അതിങ്ങനെ കൊണ്ടു നടക്കും. പക്ഷെ അത് ഡേർട്ടിയാണ്, പുറത്ത് പറയാൻ കൊള്ളുന്ന ഒരു വിഷയമല്ല അത്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ലാർജ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. പലപ്പോഴും കോളോ റെക്ടൽ ക്യാൻസർ, നമ്മൾ റെക്റ്റത്തിലുള്ളതും ഇതേപോലെ തന്നെയുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് പലപ്പോഴും കോളൻ ക്യാൻസറും റെക്ടൽ ക്യാൻസറും മിക്കവാറും ഒരുമിച്ചാണ് പോകുന്നത്. അത് അടുത്ത സെക്ഷനിൽ നമ്മൾ പറയും. അപ്പൊ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, ബിക്കോസ് they are originating from the endoderm controlled by the brainstem. During conflict activity, there will be cellular proliferation. അങ്ങനെ ഉണ്ടാകുന്ന ട്യൂമർ ആക്ച്വലി ദാറ്റ് ഈസ് ടു ഡൈജസ്റ്റ് ദി മോർസൽ. പക്ഷേ ഒറിജിനലി ഇൻഡസ്ട്രിയിൽ മൊത്തം ഡൈജസ്റ്റ് ആയിരുന്നു അതിന്റെ പർപ്പസ് എങ്കിലും ആസ് ദി എവല്യൂഷൻ പ്രോഗ്രസ്ഡ് ഇന്നത്തെ കോളന്റെ അകത്ത് അധികം സെക്രീഷൻസ് അല്ലെങ്കിൽ അതിനോട് ഒരു ജ്യൂസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ജ്യൂസ് അതൊന്നുമില്ല. ഇതവിടെ വെറും മ്യൂക്കസ് സെക്രീഷൻ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മ്യൂക്കസ് സെക്രീഷനെല്ലാം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ സിംറ്റത്തിനും വളരെയധികം മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടാകും. അത് നിങ്ങൾ മറന്നേക്കരുത്. അപ്പോൾ ഒത്തിരി മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് കോളനാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. കോളൻ രക്തത്തിന്റെ അപ്പർ പാർട്ടൊക്കെ വരാം, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ് അതിനെ നമ്മൾ കൊളൈറ്റിസ് എന്ന് വിളിക്കും. കൊളൈറ്റിസ്. ഇപ്പൊ ഇനി അത് കുറെ കഴിയുമ്പോൾ അവർ പറയും അതിന് പല പല പേരുകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ആ ഒരു ലെവലിലല്ല നമ്മൾ പഠിക്കുന്നത്. ഇനി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ട്, ക്രോണിക് കൊളൈറ്റിസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കൊളൈറ്റിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മ്യൂക്കസ്. ബിക്കോസ് കോളൻ ധാരാളമായിട്ട് മ്യൂക്കസ് സെക്രീഷൻ ചെയ്യും. പിന്നെ ഡ്യൂറിങ് ദി ഹീലിംഗ് ആണെങ്കിൽ ദർ ക്യാൻ ബി, ബിക്കോസ് അവിടെയും ട്യൂബർക്കുലോസിസ് ആണ്, അല്ലെങ്കിൽ ട്യൂബർക്കുലം ബാസിലസ് ആണ്, ഫംഗസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു വൈറ്റ് സർഫസ് ഒക്കെ നമുക്ക് ഇന്റേണൽ ആയിട്ട് നമ്മൾ എൻഡോസ്കോപ്പ് ഒക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫംഗസിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മ്യൂക്കസ് പ്രസൻസ് ഉണ്ടാകും. ബ്ലഡ്, ബിക്കോസ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ദർ മേ ബി പ്രസൻസ് ഓഫ് ദി ബ്ലഡ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് സിഗ്മോയിഡ് കോളൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, അത് സീക്കം കടന്നു, അസെൻഡിങ് കോളൻ വന്നു, ട്രാൻസ്വേഴ്സ് കോളൻ വന്നു, ഡിസെൻഡിങ് കോളൻ വന്നു. ഇനി ആ റെക്റ്റവുമായിട്ട് ചേരുന്നിടത്തുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സിഗ്മോയിഡ് കോളൻ എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മോയിഡ് കോളന്റെയും റെക്റ്റത്തിന്റെയും സ്ട്രക്ചർ ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതും വീണ്ടും റെക്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ പിന്നീട് പറയാം. റെഡ് കളർ കാണുന്നത് റെക്റ്റത്തിന്റെ നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ടിഷ്യൂ ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ദാറ്റ് ഹാസ് ഡിഫറെന്റ് കൺട്രോളിംഗ് സെന്റർ, ഡിഫറെന്റ് ഫങ്ഷൻസ്, എക്സെട്ര എക്സെട്ര. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ റെക്റ്റവും സിഗ്മോയിഡ് കോളനുമാണ്. അപ്പൊ അത് വീണ്ടും മഞ്ഞ നിറമാണ്. അതുകൊണ്ട് എന്താണ്? ദേ ആർ ഓൾസോ ഫ്രം ദി എൻഡോഡേം ടിഷ്യൂ ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് കൺട്രോൾഡ് ഫ്രം ദി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റും. അപ്പൊ നേരത്തെ ആ 4 കോൺസെൻട്രിക് സർക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ റെക്റ്റം സബ്മ്യൂക്കോസ കാണുകയാണ്. അപ്പോൾ ഈ ആ കോൺസെൻട്രിക് സർക്കിൾ കാണുന്നത്. അപ്പൊ റെക്റ്റത്തിന്റെ ഏരിയ കൺട്രോളിംഗ് സെന്റർ അവിടെയാണ്. അപ്പോൾ മഞ്ഞ നിറമാണ്. അപ്പോൾ ഒറിജിനലി ഫ്രം ദി എൻഡോഡേമാണ്, കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റെം ആണ്. അതുകൊണ്ട് എന്താണ്? ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വാട്ട് വിൽ ബി ദർ വിൽ ബി ടിഷ്യൂ മൾട്ടിപ്ലിക്കേഷൻ സിഗ്മോയിഡ് കോളനിലും. ഡ്യൂറിങ് ഹീലിംഗ് ദർ വിൽ ബി എലിമിനേഷൻ. അവിടുത്തെ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു സ്മോൾ ഇൻഡസ്ട്രൈൻ കഴിഞ്ഞിട്ട് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു ഷിറ്റ് കോൺഫ്ലിക്റ്റ്, ഡേർട്ടി കോൺഫ്ലിക്റ്റ്, ഡിസ്പൈസിബിൾ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് അതിനേക്കാൾ കൂടുതലായിരിക്കും ആസ് വി അപ്രോച്ച് ദി ഡിസ്റ്റൽ എൻഡ് ഓഫ് ദി intestine, that is this rectum as well as the sigmoid colon. അപ്പോൾ അവിടുത്തെ കോൺഫ്ലിക്റ്റിനെ വീണ്ടും കൃത്യമായിട്ട് നമുക്ക് പറയാം, അത് ഫീസിസ് കോൺഫ്ലിക്റ്റ്, ഷിറ്റ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ പൂപ്പ് ഷിറ്റ്, അങ്ങനെ പല പേരുകളുണ്ട്. അത്രയും വൃത്തികെട്ട ഒരു സംഘർഷമാണ് കൊണ്ടു നടക്കുന്നത്. ചിലരങ്ങനെയാണ്, ചിലരുടെ വ്യക്തിത്വത്തിൽ ചിലതൊന്നും നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അവരതിങ്ങനെ കൊണ്ടു നടക്കും. അത് വേസ്റ്റ് ആണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ നിങ്ങൾക്ക് ഇത് കൊണ്ടു നടന്നിട്ട് എന്താ കാര്യമെന്ന് നല്ലൊരു സുഹൃത്ത് പറഞ്ഞേക്കാം, നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞേക്കാം. നിങ്ങളിത് കൊണ്ടു നടന്നിട്ട് എന്താ ഗുണം? അല്ലെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ കൺസൾട്ടേഷൻ നടത്തുവാണ്, നമ്മൾ സ്പിരിച്വൽ ഫാദറിനോട് പറയുമ്പോൾ യു ഹാവ് ടു ലേൺ ഹൗ ടു ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. ഇല്ല, ഇയാൾ കളയത്തില്ല. ഇയാളത് മറക്കുന്ന പ്രശ്നമില്ല. എൻ്റെ ജീവിതം പോയാലും വേണ്ടില്ല, എൻ്റെ പണം പോയാലും വേണ്ടില്ല, എത്ര കേസ് നടത്തിയാലും വേണ്ടില്ല, ഞാൻ മറക്കത്തില്ല, പൊറുക്കത്തില്ല എന്ന് പറയുന്ന കുറേ വ്യക്തിത്വങ്ങളാണ്. അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഏരിയയിൽ ക്യാൻസറുകൾ വരുന്നു. അപ്പോൾ അതിനെ കോളോറക്ടൽ ക്യാൻസർ ആയാലും വേണ്ടില്ല, ദേ ആർ നോട്ട് റെഡി ടു മേക്ക് എനി കോംപ്രമൈസ്. അപ്പോൾ എന്താണ്? അപ്പോൾ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു, ഷിറ്റ് കോൺഫ്ലിക്റ്റ്. എന്താണ് ഇത്? എലിമിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല.
അത് വിട്ടുകള, എടുത്ത് കള, മറക്ക്, പൊറുക്ക് എന്നുള്ളത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആസ് യൂഷ്വൽ ദർ വിൽ ബി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഗ്രോത്ത് ജസ്റ്റ് ലൈക്ക് എ ട്യൂമർ, ആ ട്യൂമർ കണ്ടിട്ടാണ് അതിനെ ക്യാൻസർ ആയിട്ട് കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ എന്നൊക്കെ പറയും. അപ്പൊ റെക്ടൽ ക്യാൻസർ ആയാലും കോളൻ ക്യാൻസർ ആണ്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ദാറ്റ് ഇൻഡിവിജ്വൽ ഹാസ് നോട്ട് ബീൻ സക്സസ്ഫുൾ ഇനഫ് ടു ത്രോ ഔട്ട് ദി വേസ്റ്റ്. ഈ വേസ്റ്റ് കൊണ്ടതാണ്, മരിച്ചാലും വേണ്ടില്ല, ചത്താലും വേണ്ടില്ല, അതാണ് ഭാഷ. ചത്താലും വേണ്ടില്ല, ക്യാൻസർ ആയാലും കുഴപ്പമില്ല, ഞാൻ അവനോട് പൊറുക്കത്തില്ല. എന്നിട്ട് എന്ത് പറ്റി? സോ ഹീസ് ഡൈ ഔട്ട് ഓഫ് ഡയഗ്നോസിസ്, എൻഡോസ്കോപ്പി, പ്രോക്ടോസ്കോപ്പി, കീമോതെറാപ്പി, വാട്ട് നോട്ട്, സർജറി, ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ മറക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയേണ്ട ഉത്തരവാദിത്വം എന്നെ ശ്രമിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കുമാണ്. അല്ലാതെ കോളൻ റെക്ടൽ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോമിയോപ്പതിക്കാർ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് കണ്ടീഷൻ ഇതാണ്, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളൊരു റെക്ടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞിരിക്കണം. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ധാരാളം കേസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പലരും ജീവിക്കുന്നുണ്ട്. എനിക്ക് ആ കേസസ് ഒക്കെ ഞാൻ പിന്നീട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ഈസി. അവരോട് ഇതാണ് വിഷയങ്ങൾ, നിങ്ങൾ അത് മറക്കാൻ, പൊറുക്കാൻ പറയുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. മൈൻഡും ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ബന്ധം പറയുക. നിങ്ങൾ ഇത് എടുത്തു കളയാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്യൂമർ കുറയുമെന്നുള്ളത് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇനി നമ്മൾ ഈ പറയുന്ന ഈ റെക്ടം സർഫസ് മ്യൂക്കോസ എന്ന് പറയുന്ന ആ ഭാഗം അവിടെ റെഡ് കളറായിട്ട് മാറിയിരിക്കുന്നു. അത് ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഫ്രം ദി എക്സ്റ്റേണൽ എനസിലൂടെ, എനസ് ഈസ് ദാറ്റ് അപ്പർച്ചർ അല്ലെങ്കിൽ ഓപ്പണിംഗ്, അതിലൂടെ പുറമെയുള്ള നമ്മുടെ സ്കിൻ, എപ്പിഡെർമിസ് എന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന സ്കിന്നിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് അതിനെ സർഫസ് മ്യൂക്കോസ എന്ന് പറയുന്നത്. സോ ദാറ്റ് മ്യൂക്കസ് മെമ്പറൈൻ ഈസ് കണ്ടിന്യൂവേഷൻ ഫ്രം ദി ഔട്ടർ, ഒരു ഇൻവജൈനേഷൻ എന്നോ ഒക്കെ പറയാം. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് സം 12 സെന്റിമീറ്റർ എന്നാണ് പറയുക. ആ 12 സെന്റിമീറ്റർ ഈസ് ജസ്റ്റ് ലൈക്ക് ഔട്ടർ സ്കിൻ. അവിടെയാണ് അതിന്റെ അവസാനത്തെ ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദി ടെറിട്ടോറിയൽ ഇഷ്യൂസ് കം ഇൻ ടു ആക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ റെഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കൺട്രോളിങ് അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എക്ടോഡേം ആയിരിക്കുന്നു. കാരണം അവിടെ എൻഡോഡേം ഒക്കെ പോയി, എക്ടോഡേം ആയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ കൺട്രോളിങ് വ്യത്യാസമാണ്. സെറിബ്രൽ കോർട്ടെക്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന ഇത് ടിഷ്യൂ ആകുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി പാറ്റേണിനെ കുറിച്ച് നമ്മളൊന്ന് അറിയുന്നതാണ്. ഞാൻ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എക്സാക്ട്ലി ലൈക്ക് സ്കിൻ. സ്കിന്നിന്റെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി നംനെസ്, ദാറ്റ് മീൻസ് നോ സെൻസേഷൻ, നോ സിംറ്റംസ്. അതേസമയം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ദി എപ്പിഡെർമിസ്, സ്കിൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്. അപ്പോൾ മലദ്വാരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായത് എന്താണ്? അവിടുന്ന് ബ്ലഡ് വരുന്നു, അവിടെ ഭയങ്കര വേദനയാണ്, അവിടെ ഭയങ്കര ടെനസ്മസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രാങ്കുറിയുന്നത്, അത് അങ്ങനെയുള്ള പല സിംറ്റംസും വരുമ്പോഴത്തേക്കും നമ്മൾ അതുകൊണ്ടാണ് ഡോക്ടറുടെ അടുത്ത് പോകുന്നത്. ബൈ ദാറ്റ് ടൈം ദാറ്റ് പേഷ്യൻറ്റ് ഈസ് ഓൾറെഡി ഗെറ്റിംഗ് റിക്കവേർഡ്. ഹീലിംഗ് ഫേസിലാണ് ഇത്രയും സിംറ്റം ഉണ്ടാകുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഹീലിംഗ് ഫേസിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ടിഷ്യൂ ആണ് എന്ത്, ഈ പറയുന്ന റെക്ടം സർഫസ് മ്യൂക്കോസ. അപ്പോൾ ഒരു രോഗി എത്ര ബഹളം വെച്ച് വന്നാലും, വേദനയുണ്ട്, അവിടെ പുകച്ചിലാണ്, ബ്ലഡ് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ടൈം ബീയിങ് ദാറ്റ് സിംറ്റം ഈസ് ഹീൽഡ്, അല്ലെങ്കിൽ ഹീലിംഗ് സിംറ്റം ആണുള്ളത്. നൗ ഇഫ് ദാറ്റ് ഈസ് കണ്ടിന്യൂഡ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ഈസ് ദർ. കോൺഫ്ലിക്റ്റ് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റ്ലി റിസോൾവ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ ഇവിടെ അൾസറേഷൻ ഉണ്ട്. പർപ്പസ് ടു വൈഡൻ ദി റെക്ടം. വലിയ സിംറ്റംസ് ഒന്നുമില്ല, ആക്ടിവിറ്റി ഇതാണ്, അൾസേഴ്സും ഇല്ല, അത് പക്ഷെ അത് മൈക്രോ ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസിലാണ് കൂടുതൽ സിംറ്റംസ് ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ അതിനെ പ്രോക്ടൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയുന്ന രക്തത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അത് എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള രക്തത്തിൻ്റെ സ്മൂത്ത് മസിൽസിൽ അല്ല, അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ ബൈ ദി ബ്രെയിൻ സ്റ്റെം അവിടെയല്ല സിംറ്റംസ് ഉള്ളത്. പുകച്ചിലും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദാറ്റ് ഈസ് ഇൻ ദി ഔട്ടർ സെക്ഷൻ. അതിന് നമ്മൾ ആ സമയത്താണ് അവിടെ സ്വെല്ലിങ് വരുന്നത്, അതിനാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്.
ഭയങ്കരമായ പോച്ചില്, ഭയങ്കരമായ ചൊറിച്ചില്, ഭയങ്കരമായ വേദന, ഭയങ്കരമായ ബ്ലീഡിങ്, ഇതെല്ലാം വരുമ്പോൾ ഓർത്തോളൂ, ദേ ആർ ഓൾ ഹാപ്പനിങ് ഇൻ ദി ഈ പറയുന്ന റെക്ടം സർഫസ് മ്യൂക്കോസയിലാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ഇൻഡസ്റ്റൈൻ, ബോത്ത് സ്മോൾ ഇൻഡസ്റ്റൈൻ ആയാലും ലാർജ് ഇൻഡസ്റ്റൈൻ ആയാലും ഇത് നിങ്ങൾ മനസ്സിലാക്കുക, റെക്ടം സർഫസ് മ്യൂക്കോസ, ബിക്കോസ് ഐ ടോൾഡ് യു ഇറ്റ് ഈസ് ഫ്രം ദി സെറിബ്രൽ കോർട്ടെക്സ്, കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിന്റെ ഏത് ഭാഗമാണെന്ന് വളരെ കൃത്യമായിട്ട് ഈ പടം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ടെമ്പറൽ ലോബ്സിലാണ്. അപ്പോൾ ടെമ്പറൽ ലോബ്സ് നമ്മുടെ ഈ ചെവിയുടെ രണ്ടു വശത്തുനിന്നും കൂടെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ റെക്ടം സർഫസ് മ്യൂക്കോസ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതുകൊണ്ട് ആ പടം നിങ്ങൾ രണ്ടും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പടം, അല്ലെ ആദ്യത്തെ പടം നിങ്ങളോട് പറയുന്നത് ടെമ്പറൽ ലോബിന്റെ ലൊക്കേഷൻ, അതിന് അനാറ്റമി പറയുന്നു. അതൊരു ഫിഗറേറ്റീവ് വേയിലാണ് നമ്മൾ രണ്ടാമത്തെ പടത്തിൽ കാണിക്കുന്നത്. മുകളിൽ രണ്ടു വശം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ടെമ്പറൽ ലോബിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പാങ്ക്രിയാറ്റിക് ഡക്ട്, സ്റ്റൊമക്കിന്റെ സ്മോൾ കർവേച്ചർ, ബൈൽ ഡക്ട്സ്, ഗോൾ ബ്ലാഡർ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്. അത് റൈറ്റ് സൈഡിലാണ്. അതിന് നേരെ ഓപ്പോസിറ്റിലാണ് ഈ പറയുന്ന കേന്ദ്രമുള്ളത്. അതുകൊണ്ട് അതവിടെ റെഡ് മാർക്ക് കാണിച്ചത് റെക്ടം സർഫസ് മ്യൂക്കോസ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന കോൺസെൻട്രിക് സർക്കിൾ അല്ലെങ്കിൽ HH ഹാമർ ഫോക്കസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും if the rectum surface mucosa is affected. ഇനി നമ്മൾ ഇൻറ്റസ്റ്റൈനൽ മസിൽസിലേക്ക് പോവാണ്. ഇൻറ്റസ്റ്റൈനൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഈ എന്താ പറയുക സ്കെൽറ്റൽ മസിൽസ് പോലെ അല്ലെങ്കിൽ സ്ട്രൈറ്റഡ് മസിൽസ് പോലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മസിൽസ് ഒന്നും അല്ല. അത് സ്മൂത്ത് മസിൽസ് അല്ല എന്ന് മാത്രം. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്റേണൽ ആയിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ ഔട്ട്. ഈ ഇൻറ്റസ്റ്റൈനൽ മസിൽസിന്റെ പ്രത്യേകതകൾ അത് വളരെ വിശദമായിട്ട് പോകുന്നില്ല. ദേർ ആർ മസിൽസ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതൊരു ഓർഗനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആ മസിൽ സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ വളരെ കട്ടി കുറയുന്നതാണ്. അതാണ് അതിനെ ഒരു അവയവമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഒമെന്റം എന്ന് പറയുന്ന അതിൻ്റെ പെരിട്ടോണിയത്തിന്റെ ഭാഗവുമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ അവയവത്തെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ മസിൽസ് സ്മൂത്ത് മസിൽസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതും ഉണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിനിലാണ്. സ്ട്രയേറ്റഡ് മസിൽസ്, അതായത് സ്ട്രയേറ്റഡ് മസിൽസ് ഇതിന്റെ വകഭേദമാണ്. പക്ഷെ അത്രമാത്രം മസ്കുലാർ എന്ന് പറയുന്ന ഈ മസിൽസ് പോലെ തിക്കോ അല്ലെങ്കിൽ അങ്ങനെ വോളണ്ടറി മസിൽസ് അല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മസിൽസിന്റെ ആക്ഷൻ ഇറ്റ് ഈസ് ഫോർ ഹെൽപ്പിംഗ് ദിസ് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോളസ് ഓഫ് എ ഫുഡ് ഫ്രം വൺ എൻഡ് ഇറ്റ് ഹാസ് ടു മൂവ്. അതിനു വേണ്ടിയിട്ട് ദർ ആർ ട്രാൻസ്വേഴ്സ് ഫൈബേഴ്സ് ആൻഡ് ഈ കോൺസ്റ്റന്റ്, ഈ രണ്ട് ടൈപ്പ് കൊണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഈ ബോളസിനെ ഇങ്ങനെ പുഷ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അതാണ് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റസ്റ്റൈനൽ മസിൽസ് ഉള്ളത്. Because they are intestinal muscles, they are not controlled by the cerebral medulla and they are not controlled by our volition. അതുകൊണ്ട് അതിനെ മോട്ടോർ കോൺഫ്ലിക്റ്റ് എന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മോട്ടോർ കോർട്ടെക്സ് അല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം വളരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ ഈസ് ബിറ്റ്വീൻ ബ്രെയിൻ സ്റ്റെമിന്റെ ഔട്ടർ അല്ലെങ്കിൽ ഔട്ടർന്നോ ഇന്നർന്നോ കുറച്ച് അകന്നിട്ടുള്ള ഒരു ഭാഗമാണ് മിഡ് ബ്രെയിൻ. സോ ഈ മിഡ് ബ്രെയിൻ ആണ് ഇൻറ്റസ്റ്റൈനൽ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്, സ്മൂത്ത് മസിൽസ്. ഓക്കെ, ഇനി നമ്മൾ സിഗ്മോയിഡ് ആൻഡ് റെക്ടൽ മസിൽസിനെ, അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു പോകാം. അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിൻ തന്നെയാണ്. അവിടെ കോൺഫ്ലിക്റ്റ് അത് തന്നെയാണ്. അപ്പോൾ സിഗ്മോയിഡ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, സിഗ്മോയിഡ് ആൻഡ് റെക്ടൽ മസിൽസും സിഗ്മോയിഡ് ആൻഡ് റെക്ടൽ മ്യൂക്കോസ്, അതായത് എൻഡോഡൈൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള അതെല്ലാം ഫീസിസ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഷിറ്റ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അഗ്ലി കോൺഫ്ലിക്റ്റ് ആണ്, ഡേർട്ടി കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഡിസ്റ്റൽ എൻഡിലേക്ക്, ഏനസിലേക്ക് അത് പുഷ് ഔട്ട് ചെയ്യുന്ന പൂപ്പായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഷിറ്റായിട്ട് മാറുന്ന അതുവരെയുള്ള ആ പ്രോസസ്സ് എല്ലാം കൂടുതൽ ഡേർട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മലദ്വാരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്തോറും അത് നമ്മൾ ഒരിക്കലും മറന്നേക്കരുത്. അതുകൊണ്ട് ഫീസിസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡേർട്ടി കോൺഫ്ലിക്റ്റ്, അഗ്ലി കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വൃത്തികെട്ട സംഘർഷം ആണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഹൈപ്പർടോണസ്, അതായത് അതവിടെ നിൽക്കും, അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഹീലിംഗ് ഫേസ് വരുമ്പോൾ മാത്രമാണ് ഈ
ഈ ഹൈപ്പർ ടോണസിലായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന, അല്ലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, അല്ലെ മലം പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അതായത് മലം പോകുന്നില്ല, അത് ചിലപ്പോൾ യാത്രയെ കഴിഞ്ഞിട്ടായിരിക്കും, ഒരു ട്രാവൽ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പരീക്ഷയുടെ സമയത്ത്, ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും. ഇങ്ങനെ പല കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ വളരെ റിലാക്സ്ഡ് ആകുന്നില്ലെങ്കിൽ ഒരു ഹൈപ്പർ ടോണസ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാതെ വരാം. ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ടെൻഷനൊക്കെ തീർന്നു, നമ്മൾ റിലാക്സ്ഡ് ആയി പരീക്ഷ തോക്കുകയോ ജയിക്കുകയോ, പരീക്ഷ തോറ്റു അല്ലെങ്കിൽ യാത്ര ചെയ്ത് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തി, ഐ എം ഹാപ്പി, ഐ എം എൻജോയിങ്, മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യുമ്പോൾ ഐ വിൽ ഹാവ് നോർമൽ ഷിറ്റ്, നോർമൽ പൂപ്പ്, നോർമൽ എക്സ്ക്രീഷ നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബോഡിയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി GHK എന്തുമാത്രം സഹായിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, താമസിച്ചു വന്നവരോട് 26-ാം തീയതി ഞങ്ങളുടെ ചർച്ച, ഒരു 20 പേര് പങ്കെടുക്കുന്ന ഒരു ഇന്റർനാഷണൽ സെമിനാറാണ്, അല്ലെങ്കിൽ ഒരു ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ലിങ്ക് കിട്ടും, അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് GHK എന്ന് പറയുന്ന അറിവ് നമ്മളുടെ രോഗഭീതി മാറ്റി, രോഗം എന്ന് പറയുന്നത് പിന്നെ ഇല്ല, നമുക്ക് രോഗമാകും അല്ലെ രോഗം വരുമോ അല്ലെ എന്താ രോഗം ഒന്നും നമുക്കിട്ട് പണി തരുന്ന, ഞാൻ ആ വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ വേദിയിൽ, പണി തരാനായിട്ട് പ്രകൃതി മാതാവ് നമുക്കിട്ട് ഒരു പണിയും അറേഞ്ച് ചെയ്തില്ല. എല്ലാം നമുക്കിട്ട് അനുകൂലമാണ്. നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ ശരീരവും ബ്രെയിനും മനസ്സും കൂടെ കൂടുന്ന ഈ സിങ്ക്രോണിസിറ്റിയിൽ എന്തൊക്കെയോ പ്രോഗ്രാം ആക്കി വെച്ചിരിക്കുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് ബിക്കംസ് വെരി കൂൾ, വെരി റിലാക്സ്ഡ്. നിങ്ങൾക്ക് വയസ്സാകുന്നതിനെ കുറിച്ച് പേടിക്കേണ്ട, രോഗം വരുമെന്നുള്ള പേടിക്കേണ്ട. ചിലർ രോഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, ചിലർ രോഗത്തെക്കുറിച്ചുള്ള ഭയത്തിലാണ് ജീവിക്കുന്നത്. ഒരാവശ്യവുമില്ല. സോ നോളജ് ഈസ് പവർ, നോളജ് ഈസ് പവർ. അതുകൊണ്ട് നിങ്ങൾ രോഗം എന്താണെന്ന് മനസ്സിലാകുന്നതോടുകൂടി നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നം മുതൽ വലിയ വലിയ പ്രശ്നം വരെയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് ഒരു വ്യവസായ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഫിയർ ഫോർ ഡിസീസ്. രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന എല്ലാ അറിവുമുള്ള മഹത്തായ ദൈവികമായിട്ടുള്ളൊരു ഡിവൈൻ സയൻസ് ആണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുള്ള, പല പ്രാവശ്യം ഞാൻ പറയുന്നതാണ്. എന്നെ ശ്രമിക്കുന്ന ഇന്ന് ആദ്യമായിട്ട് വന്നവരോടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. ഒരു ക്ലാസ്സിലൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഭൂരിപക്ഷം പേരും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് നിങ്ങൾ 30, 40, 50 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് ചോദിക്കുക, ഡോക്ടറെ എങ്ങനെ ഹോമിയോപ്പതി സക്സസ്ഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അതേപോലെ തന്നെയാണ് GHK എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള, ഇറ്റ്സ് ബൈ ട്രെയിനിങ് ഉള്ളൂ. എങ്ങനെ ഒരു നല്ല പാട്ടുകാരനാകാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആകാം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പാട്ടുകാരനാണെങ്കിൽ നമ്മൾ രാഗവും ശ്രുതിയും താളവും ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഡെയിലി സാധകം ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ മെച്ചപ്പെടുത്തൂ. അതുപോലെ ഡെയിലി പഠിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു ഡോക്ടർമാരോടാണ് പറയുന്നത്, ഒരു രോഗിയുടെ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് നിങ്ങളുടെ learninggnm.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക. ഇത് പഠിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. എനിക്കറിയില്ല ഇന്ന് ഡോക്ടർ അജോയ് കുറുപ്പ് ഇതിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേസ് ഇന്ന് റിലീസ് ചെയ്തെന്ന് എനിക്ക് പറയാൻ സന്തോഷമുണ്ട്. ഇന്ന് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അജോയ് കുറുപ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ഹെർപ്പിസ് എങ്ങനെ മാനേജ് ചെയ്തു, അദ്ദേഹം ഡോക്ടറൊന്നുമല്ല, എങ്ങനെ മാനേജ് ചെയ്തു, എങ്ങനെ GHK അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിക്കാരത്തി ഒരു ക്ലാസ് പോലും മുടക്കാറില്ല. അപ്പോൾ എങ്ങനെ അത് വന്നു എല്ലാം വിശദമായിട്ട് ഇന്ന് റിലീസ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഗ്ലോബൽ GHK എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിലാണ്. ഏതാണ്ട് 10-20 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാം പഠിക്കുമ്പോൾ ഈ 26-ാം തീയതിയിലെ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും GHK പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യഥ പോയി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇന്ന് ഏകദേശം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. Now let us come to പെരിട്ടോണിയം. പെരിട്ടോണിയം ഡോക്ടർമാർക്കെല്ലാം അറിയുന്ന പോലെ പെരിട്ടോണിയം നമ്മുടെ പ്ലൂറ പോലെ ചെസ്റ്റ് എൻ്റെ അപ്പർ, അല്ലെങ്കിൽ ഈ വിസറ എന്ന് പറയുന്നതിന് അപ്പർ പാർട്ടായിട്ടുള്ള തൊറാക്സ് എന്ന് പറയുന്നതിനെ കവർ ചെയ്യുന്ന, അതിന് ഇന്റേണൽ ഓർഗൻസിനെയും ഔട്ടറിനെ ഔട്ടർ കവർ ചെയ്യുന്ന ഒരെണ്ണമാണ് പ്ലൂറ. അതുപോലെ തന്നെ വയറ്, നമ്മൾ ഡയഫ്രത്തിന് താഴത്തേക്ക്
സ്റ്റൊമക്ക് മുതൽ റെക്റ്റം അല്ലെങ്കിൽ മലദ്വാര ഏനസ് വരെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ അവിടെയുള്ള എല്ലാ വിസ്രയും കവർ ചെയ്യുന്ന ഒരു സാധനത്തിന് പേരാണ് വിസ്ര. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പൊ അതിനൊരു ഇന്റേണൽ ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ ഈസ് ക്ലോസ് ടു ദി abdominal wall. Inner layer is covering each and every organ like liver, pancreas, stomach, transverse colon, small intestine, rectum. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെല്ലാം കവർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ കുഷൻ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് കവറിങ്. ഒരു കവർ ചെയ്യുവാണ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വയറിലുള്ള അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുമ്പോഴും അതിന് എലാസ്റ്റിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിനെന്തെങ്കിലും പുറത്തുനിന്നുള്ള ഡാമേജ് വരാതിരിക്കാനുള്ള ഇഞ്ചുറി, ട്രോമ, ഹിറ്റ്, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഇവിടെയും നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോൾഡ് ബൈ ദി ഓൾഡ് മീസോഡിയമാണ്. നിങ്ങൾക്ക് പറയുന്ന പോലെ മയോകാർഡിയം ഈസ് കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, പ്ലൂറ ഈസ് കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, പിന്നെ അതുപോലെ ഇത് പെരിട്ടോണിയം കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം, ടൂണിക്ക വജനാലിസ് എന്ന് പറയുന്ന സ്ക്രോട്ടത്തിന്റെ കവറിങ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കുഷനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തനിങ് ഫങ്ഷൻ ചെയ്യുന്ന അതാണ് അബ്ഡോമിനെ സംബന്ധിച്ച്, വയറിനെ സംബന്ധിച്ചിടത്തോളം പെരിട്ടോണിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഓൾഡ് മീസോഡേമാണ്, ഓൾഡ് ബ്രെയിൻ ആണ്. അപ്പോൾ ഓൾഡ് മീസോഡേം ആയതുകൊണ്ട് അതിന് ഒരു ഓറഞ്ച് കളറാണ് GNM-ൽ കൊടുക്കുന്നത്. റെഡ് അല്ല, ഓർത്തേക്കണം. മഞ്ഞയല്ല, ഓർത്തേക്കണം. അത് റെഡ് അല്ല, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് കളറാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഓൾഡ് മീസോഡം കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ഒരു കുഷനിങ് ആക്ഷൻ ആണ് അതിനുള്ള, ഒരു കുഷനിങ് മെമ്പറൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സിങ് സ്ട്രക്ചർ. നമ്മൾ അതിനൊരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ഈ ട്രോമ, കൺഡ്യൂഷൻ, കൺകഷൻ ഇതിലൊന്നും അഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു റീഇൻഫോഴ്സിങ് സ്ട്രക്ചറായിട്ട് നമ്മൾ കരുതണം. അബ്ഡോമിനൽ ഓർഗൻ പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ലൈക്ക് ലിവർ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അല്ലെങ്കിൽ പാങ്ക്രിയാസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴത്തേക്ക് പോയ അബ്ഡോമിനൽ കാവിറ്റിയുള്ള മറ്റ് ഓർഗൻസ്, ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ബയോളജിക്കലി പ്ലൂറയുമായിട്ടും അല്ലെങ്കിൽ മയോകാർഡിയം എന്ന് പറയുന്ന കവറിങ്, അതിനൊക്കെ 2 ലെയർ ഉള്ളതാണ്. മയോകാർഡിയം അല്ല, സോറി, പെരികാർഡിയം. അതുപോലെ ടൂണിക്ക വജൈനസ്, അതിനും ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ, ഫിൽഡ് വിത്ത് ഫിൽം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രിക്ഷൻ നടന്നാലും അതിന് ഇഞ്ചുറി വരാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഫ്ലൂയിഡ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അബ്ഡോമിനിൽ ഈ പറയുന്ന ഈ ഫോൾഡ് ഓഫ് ഇത് വരുമ്പോഴാണ് അതിന് ഒമെന്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ഓൾ ദി ഓർഗൻസ് ഓർ ദി വിസറ ഇൻ ദി അബ്ഡോമൻ. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കറിയാവുന്ന പോലെ സെറിബെല്ലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഓർഗനും അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് പെരികാർഡിയം, പ്ലൂറ, അതുപോലെ തന്നെ പെരിട്ടോണിയത്തിന്റെ കോൺഫ്ലിക്റ്റും അറ്റാക്ക് എഗെയിൻസ്റ്റ് ദി അബ്ഡോമൻ ആണ്. അറ്റാക്ക് എഗെയിൻസ്റ്റ് അബ്ഡോമൻ അതെങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ റിയൽ മീനിങ്ങിൽ ഒരു അറ്റാക്ക് ആവാം. ആരെങ്കിലും കൈ കൊണ്ട് ഇടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്തു, വളരെ സ്ട്രെയിനുവസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി വരാതിരിക്കാനായിട്ടൊക്കെ അതിനുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അറ്റാക്ക് എഗെയിൻസ്റ്റ് അബ്ഡോമൻ ആണ്. ഇനി ഇതൊരു ഫിഗറേറ്റീവ് വേയിലാവാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ ഡയഗ്നോസ്ഡ് ഇൻ ദി അബ്ഡോമൻ, അത് ചിലപ്പം ലിവർ ആവാം, അല്ലെങ്കിൽ ഒരു റെക്റ്റമാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴത്തേക്ക് പെൽവിസ് ഓർഗൻസ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഡയഗ്നോസിസ് ഓഫ് ആൻ ഓർഗൻ വിച്ച് ഈസ് ക്യാൻസറസ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കോൺഫ്ലിക്റ്റ് വരും. ഐ ഹാവ് ഗോട്ട് എ പ്രോബ്ലം ഹിയർ, സോ സംതിങ് വിൽ അറ്റാക്ക് മീ, സോ ഐ ഹാവ് ടു ബി കെയർഫുൾ. ഇതാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് നമുക്ക് ബയോളജിക്കലി അറ്റാക്ക് എഗെയിൻസ്റ്റ് ദി അബ്ഡോമൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ത്രെറ്റ് എഗെയിൻസ്റ്റ് എ ബോഡിലി ഇൻറ്റഗ്രിറ്റി ഓപ്പൺ ട്രിഗേർഡ് ബൈ. ഇനി നാളെ ഒരു അബ്ഡോമിനൽ സർജറി ഉണ്ട്, ഒരു അബ്ഡോമൻ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആൻ അറ്റാക്ക് ഫോർ ദാറ്റ് പേഷ്യൻറ്റ്. അപ്പോൾ നാളെ എൻ്റെ വയറ് കീറാൻ പോവുകയാണ്, സോ സംതിങ് ഈസ് ഗോയിങ് ടു ബി ഡൺ ഓൺ മൈ അബ്ഡോമൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് വരും. അപ്പോൾ പലപ്പോഴും അത് ഒരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് തന്നെയായിട്ടാണ് ആ പേഷ്യൻ്റ് വരുന്നത്. സോ നമുക്ക് വേറെ രീതിയിൽ പറയാൻ ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ഷോക്ക് എന്ന് പറയാം. സോ ഡോക്ടർ ഡയഗ്നോസ് ആസ് മൈ ലിവർ ഈസ് ഹാവിങ് ക്യാൻസർ, so it's an abdominal viscera, abdominal organ, so it is an attack against my abdominal organs.
അപ്പം അബ്ഡോമിനൽ ട്രോമ, ഒരു ഓപ്പറേഷൻ നടക്കുന്നു, അല്ലെ നാളെ ഒരു പ്രത്യേക ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആസ്പിറേഷൻ, നമ്മുടെ വയറിൻ്റെ അന്ന് കുത്തിയെടുത്ത് വെള്ളം കുത്തിയെടുക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി അൻ അറ്റാക്ക്. നാളെ എൻ്റെ വയർ കുത്താൻ പോവുകയാണ്, അപ്പോൾ അവരൊരു പങ്ക്ചർ ചെയ്യും, അവിടുന്ന് ഫ്ലൂയിഡ് എടുക്കും. അപ്പോൾ ഫ്ലൂയിഡ് എടുക്കുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഫ്ലൂയിഡ് ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് അറ്റാക്ക്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് പ്രത്യേക പേരുണ്ട്, ഞാൻ പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ 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 നോഡ്യൂൾസിലേക്ക് ഫോർമേഷൻ സംഭവിക്കും. അതിനെയും ക്യാൻസർ ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫോർ പ്രൊട്ടക്ടിങ് ദാറ്റ് ഓർഗൻ. അവിടെ ഒരു തിക്കനിങ് ഉണ്ടാവും, ആ തിക്കനിങ്ങും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. അപ്പം വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഓൾഡ് ബ്രെയിൻ കോമ്പോണൻറ്റ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, സെക്കൻഡ് ലോ, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ. അപ്പോൾ എന്താണ് അവിടെ സെല്ലുലാർ പ്രോളിഫറേഷൻ എന്ന് നമ്മൾ പറയുന്നു. പിന്നെ എന്താണ് ദർ വിൽ ബി എ തിക്കനിങ്. അപ്പോൾ ഈ തിക്കനിങ് കണ്ടിട്ടാണ് അത് എൻ്റെ പേര് മറന്നു, ഒരു ഓമ ചേർത്തിട്ട് ഒരു ട്യൂമറായിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്തിരിക്കും. ഇൻ റിയാലിറ്റി വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് എ ബോഡിയുടെ ഓൺ അറ്റംപ്റ്റ് ടു പ്രൊട്ടക്ട് ദി ലെയർ by producing extra cellular growth there. അപ്പോൾ ഇൻക്രീസ്ഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഈ കുഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ബോഡി അത് ചെയ്യുന്നത്. പക്ഷെ അതിനെയും പിടിച്ച് ക്യാൻസർ ആക്കി കച്ചവടം ചെയ്യുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഹീലിംഗ് ഫേസ് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെല്ലാം അറിയുന്ന പോലെ, ആ ഹീലിംഗ് ഫേസിൽ ദർ വിൽ ബി അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്, എസ്പെഷ്യലി ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഹാവിങ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, കിഡ്നി മീഡിയേറ്റഡ് ആയിട്ടുള്ള വാട്ടർ റിട്ടൻഷൻ നടക്കും. ആ സമയത്തേക്ക് അവിടെ കൂടുതൽ ഫ്ലൂയിഡ് ഉണ്ടാകും, എക്സുഡേഷൻ വിൽ ബി ദെയർ. അതിനെയാണ് നമ്മൾ അസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. അപ്പോൾ അസൈറ്റിസ് ഒരു 50 ml ഫ്ലൂയിഡ് ഉണ്ടായാൽ മതി എക്സ്ട്രാ, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി ടാപ്ഡ് ബൈ ദി സർജൻ. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഈ കുത്തിയെടുത്ത് കളയുക എന്ന് പറയുന്നത് തന്നെ അബ്ഡോമിന് വേറൊരു ഫർദർ കോൺഫ്ലിക്റ്റ് ആണ്. ഇങ്ങനെയാണ് രോഗങ്ങൾ കോൺഫ്ലിക്റ്റിൽ നിന്ന് കോൺഫ്ലിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഡോക്ടർ ഹാമർ ഒരിക്കലും അനുവദിക്കുന്നില്ല, അൺലെസ് ഇറ്റ് ഈസ് വെരി ഹ്യൂജ്, വളരെ ഹ്യൂജ് അക്യുമുലേഷൻ ഓഫ് ദി ഫ്ലൂയിഡ് ആണെങ്കിൽ പോലും ഈസ് അലവിങ് ഓൺലി 150 ml ഓഫ് ഫ്ലൂയിഡ് ടു ബി ടേക്കൺ ഫ്രം ദി അബ്ഡോമിനൽ ദിസ് പെരിറ്റോണിയം. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജിങ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ലോസ് മാത്രമല്ല, അത് ഫർദർ അറ്റാക്ക് ആയിട്ട് അത് വരും, ആ പങ്ക്ചറിങ് അല്ലെങ്കിൽ ടാപ്പിംഗ്. അത് ശ്രദ്ധിക്കണം. പെയിൻ, പ്രഷർ, ഇതെല്ലാം ഹീലിംഗ് ഫേസിലാണ്. നാച്ചുറലി ദർ വിൽ ബി എ ടെൻഡർനെസ്, ദർ വിൽ ബി എ പ്രഷർ സിംറ്റം അല്ലെങ്കിൽ ടെൻഡർനെസ് ഉണ്ടാകാം. ഫ്ലൂയിഡ് അക്യുമുലേഷൻ മസ്റ്റ് ആയിട്ടുണ്ടാകും, ബിക്കോസ് ദി പെരിറ്റോണിയം ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. നോർമൽ കേസ് ദർ ഇസ് എ വെരി തിൻ ഫിലിം ഓഫ് ഫ്ലൂയിഡ്, പക്ഷേ ഈ ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ദർ വിൽ ബി അക്യുമുലേഷൻ കൂടുതലായിട്ടുള്ളത്. അപ്പം വിത്ത് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ദോസ് പേഴ്സൺസ് ഹു ആർ ഹാവിങ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, അപ്പോൾ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകും, വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും, ഓഫ് കോഴ്സ് മീഡിയേറ്റഡ് ബൈ ദി കിഡ്നി. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഠിക്കും, ഇനിയും പഠിക്കും. നമ്മൾ കിഡ്നിയിലേക്ക് വന്നിട്ടില്ല, കിഡ്നി ഇനിയും പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കിഡ്നി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സിൻഡ്രോമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സംഗതി, ഇത് പെരി എയ്നൽ ഡക്സ് എന്നാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് പഠിച്ചപ്പോൾ സാധാരണ ഇത് പഠിച്ചിട്ടില്ല. ഈ ഡക്റ്റിനെയാണ് നമ്മൾ പല ഫിസ്റ്റുലയായിട്ടും ഫിസ്റ്റുലയായിട്ടും സൈനസ് ആയിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇതിനും ഉണ്ട് ഒരു അനാറ്റമി. അതുകൊണ്ട് റെഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെയർഫോർ ഇറ്റ് ഈസ് എക്ടോഡേൺ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് പെരിഫറലിയാണ്. നമ്മുടെ അകത്തുള്ള മഞ്ഞ നിറമൊക്കെ കഴിഞ്ഞു, ഓറഞ്ച് കളറിലുള്ള മസിൽസ് അതിലേക്ക് നമുക്ക് പോകാം, സ്ഫിങ്ക്റ്ററിലേക്ക് നമ്മൾ വരാം. അപ്പോൾ ഇവിടെയുള്ള റെഡ് കളറാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എക്ടോഡേൺ ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ് ആണ്. നിങ്ങൾക്കത് അത് പിന്നീട് കാണാം. അപ്പോൾ ഈ ഡക്റ്റ് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് നോട്ട് ഏബിൾ ടു എലിമിനേറ്റ് ഫീസസ് ഫാസ്റ്റ് ഇനഫ്. അപ്പോൾ ഫീസസ് എന്ന് പറഞ്ഞാൽ ഫിഗറേറ്റീവ് ഫീസസ് ആണ്. ഇനി അങ്ങനെയല്ല കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ടാണ് സർജൻസ് ഒക്കെ പറയും, നിങ്ങളുടെ മലം ശരിക്കും പോയിട്ടില്ലെങ്കിൽ അത് സൈനസ് ഉണ്ടായേക്കാം, അല്ലെ പെരിയേനൽ ഇതുണ്ടായേക്കാം, ഫിസ്റ്റിൽ ഉണ്ടായേക്കാം, അങ്ങനെയൊക്കെ പറയുന്നു. ആക്ച്വലി എന്തുകൊണ്ടാണ് മലം പോകാതെ ആകുന്നത്, എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ആകുന്നത്, എന്തുകൊണ്ടാണ് ഈ ഷീറ്റ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ പറയുന്ന ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ക്രോണിക് ഹെമറോയിഡ്സ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നോട്ട് ഏബിൾ ടു എലിമിനേറ്റ് എ ഫീസസ് ഫാസ്റ്റ് ഇനഫ്. അപ്പോൾ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് എ പെരി എയ്നൽ ഡക്സ്, അല്ലെ ഇറ്റ് ഈസ് ഫ്രം ദ നെക്ടോഡേം, അറിയാമല്ലോ.
during the conflict activity there will be cellular multiplication or ulceration. ഈ അൾസറേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ വരുന്നതാണ് അക്യുമുലേഷൻ ഓഫ് ദി സിസ്റ്റ്. അതാണ് ഹീലിംഗ് ഫേസിൽ ഒരു സിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആപ്സസ് ആയിട്ടൊക്കെ വരും. ഈ ആപ്സസ് മേ ബേഴ്സ് ഫോമിങ് ഫിസ്റ്റുല അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്ചാർജസ് വരാം. അതൊക്കെയാണ് മിക്കവാറും കേസിൽ ഹെമറോയിഡ്സ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, അത് ഹെമറോയിഡ്സ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ അത് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് എസ് എ ഫിസ്റ്റുല, കമ്മ്യൂണിക്കേഷൻ വിത്ത് ഏനസ് എക്സെട്ര. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഇന്ന് ഇവിടെ തീരും. അത് സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ള സ്ഫിങ്ക്റ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. ഇവിടെ ഒരു ഓറഞ്ച് കളറിലുള്ള സ്ഫിങ്ക്റ്റർ ഉണ്ട്, ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. രണ്ടും രണ്ട് ടിഷ്യൂ ആണ് ഒറിജിൻ. ഇവിടെ നിങ്ങൾക്കറിയും, ഇവിടെ ഒരു മഞ്ഞ നിറത്തിലാണ് ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിഷ്യൂ ഈസ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് ദി റെക്റ്റം. അപ്പൊ റെക്റ്റം യെല്ലോ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലോവർ പോർട്ടിൽ സ്ഫിങ്ക്റ്റർ. സ്ഫിങ്ക്റ്റർ മീൻസ് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് പോലെ ഇമാജിൻ ചെയ്യാം. അപ്പൊ ഈ ഫൈബേഴ്സ് കണ്ടൻസ്ഡ് ആൻഡ് ദെർഫോർ ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇന്റേണൽ. അപ്പം എവിടെ നമ്മൾ മീറ്റിങ്ങിന് പോകും, അല്ലെ പ്രസംഗിക്കാൻ പോയി, ക്ലാസ് എടുക്കാൻ പോയി, ഇന്റർവ്യൂവിന് പോയി, മലം ദ്വാരം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകത്തില്ല. ബിക്കോസ് ഇറ്റ്സ് തന്നെ ഇൻവോളണ്ടറി ആയിട്ട് തന്നെ ആയിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. സ്ഫിങ്ക്റ്റർ ഈസ് എ വാൽവ് ലൈക്ക് മെക്കാനിസം വിച്ച് കൺട്രോൾസ് ക്ലോസസ് ദി അപ്പർച്ചർ. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. അത് മഞ്ഞ നിറമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ കാണും എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്റ്റർ. അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പൊ റെക്ടൽ മസിൽസും അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോം. അപ്പൊ അതിന് വോളണ്ടറി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതിനെ സ്ട്രയേറ്റഡ് മസിൽസിന്റെ കൂടെ പെടുത്തുന്നത്. അപ്പൊ അത് ലോവർ റെക്റ്റത്തിലാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് റെക്റ്റം ആസ് സച്ച്. ഇത് പ്യുവർലി മസിലാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വോളണ്ടറി കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് സ്ട്രയേറ്റഡ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് മനസ്സിലാകും. ഫസ്റ്റ് പടത്തിൽ കാണുന്നതാണ് നിങ്ങളുടെ മീസോഡേമിന്റെ പിക്ചർ. അതിൻ്റെ അകത്തൊരു കൺട്രോളിങ് ഏരിയ ഉണ്ട്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. അതും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പടത്തിൽ നിങ്ങൾക്ക് ആ ഒരു മോട്ടോർ കോർട്ടെക്സ് കാണാൻ പറ്റും. ബിക്കോസ് അതിന് മസിൽ ആയതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ മൂവ്മെന്റ് ഐ ക്യാൻ കൺട്രോൾ ടു സം എക്സ്റ്റെന്റ്. എൻ്റെ മലദ്വാരത്തിൽ നിന്നും മലം എസ്കേപ്പ് ചെയ്യാതിരിക്കാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള എൻ്റെ വോളണ്ടറി കൺട്രോൾ ഉണ്ട്. അതാണ് മോട്ടോർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആ ടിഷ്യൂ കോൾഡ് സ്ഫിങ്ക്റ്റർ, അത് ചിലപ്പോൾ നമുക്ക് ബിക്കോസ് ഇറ്റ് ഈസ് മസിൽ, ബിക്കോസ് ഇറ്റ് ഈസ് സെറിബ്രൽ മെഡുല ഒറിജിൻ, സെറിബ്രൽ മെഡുല ഒറിജിൻ ആയതുകൊണ്ട് അതിൻ്റെ ടിഷ്യൂവിന് രണ്ട് കൺട്രോളിങ് സെന്റർ ഉണ്ട്. അതാണ് അതിൽ കാണിക്കുന്നത്. അതിൻ്റെ മോട്ടോർ കോൺഫ്ലിക്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി മോട്ടോർ കോർട്ടെക്സ് ആൻഡ് ദി ബൾക്ക് ഓഫ് ദി മസിൽസ്, അല്ലെങ്കിൽ അതിൻ്റെ ബൾക്ക് ഓഫ് ദി നമ്മൾ പറയുക ആ ഒരു മെറ്റീരിയൽ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ മെഡുലയാണ്. ബിക്കോസ് ഓഫ് ദീസ് ടു കൺട്രോളിങ് മെക്കാനിസം അവിടെ ചിലപ്പോൾ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കോൺഫ്ലിക്റ്റ്. സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് മീൻസ് ആസ് ആൻഡ് വെൻ വി ഗോ അല്ലെങ്കിൽ ഗ്രോ ഓൾഡർ, we will have a feeling that I am not okay there. I lost my capacity. ഞാൻ അറിയാതെ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് പോയി പോകും, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങനെ എൻ്റെ കൺട്രോൾ പോകും. ഒരിക്കൽ പോയാൽ മതി, പിന്നെ അയാളുടെ മനസ്സിൽ ഐ ലോസ്റ്റ് മൈ ലൈഫ്, എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഹിസ് കോൺഫിഡൻസ് അറ്റ് ദാറ്റ് ലെവൽ തീർന്നു. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? മസിൽസ് വിൽ ഗെറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഫിങ്ക്റ്റർ മെക്കാനിസം വിൽ ഗെറ്റ് സ്ലോ. അത് കൺട്രോൾ പോകും, അത് മസിൽ ലാക്സ് ആകും, അതുകൊണ്ട് കൺട്രോളിങ് മെക്കാനിസം പോകും. അപ്പോൾ ഒരാൾ ഇൻവോളണ്ടറി സ്റ്റൂൾ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഇൻകോണ്ടിനൻസ് ഓഫ് ദി സ്റ്റൂൾ, അല്ലെങ്കിൽ മലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് മൂത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇനിയും അത് പഠിക്കും. അപ്പോൾ ഇൻകോണ്ടിനൻസ് ഓഫ് ദി സ്റ്റൂൾ ഈസ് because of the two things. One is self-devaluation conflict, another thing is motor conflict. എനിക്കിനി അത് പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ല, പിടിച്ചു നിൽക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് എക്സസൈസ്, ഒത്തിരി ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. നോ, എക്സസൈസ് ഈസ് ടു ബി മീഡിയേറ്റഡ് ഫ്രം ദി മൈൻഡ് ത്രൂ ദി ബ്രെയിൻ ആൻഡ് ബോഡി. ഇറ്റ്സ് വെരി ഈസി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബിക്കോസ് അങ്ങനെ കുറേ കേസുകളൊക്കെ എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഈ ഡോക്ടർ, എനിക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ടോയ്ലറ്റിലേക്ക് പോകും. എന്താണ് കാരണം? എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യം വരുമ്പോൾ നിങ്ങൾക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ മലവും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ആരും ഒരു ഡർട്ടി സിറ്റുവേഷനിലേക്ക് പോകണ്ട.
ഇതെല്ലാം GNM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ദെൻ യു വിൽ ബി ഏബിൾ ടു ഡൈ ഗ്രേസ്ഫുള്ളി അറ്റ് ദ ടൈം വെൻ ഗോഡ് ഹാസ് ഡിസൈൻഡ് യു ടു ഡൈ. അല്ലാതെ ആശുപത്രി പോയിട്ട് ഇതിനെ ഓപ്പറേഷൻ ചെയ്തു, അവിടെ രക്തത്തിന് എന്തോ കുഴപ്പമുണ്ട്, സ്ഫിങ്ക്ടറിന് എന്തോ കുഴപ്പമുണ്ട്, അത് നമുക്ക് പ്ലാസ്റ്റി ചെയ്ത് കളയാം, അവിടെ വേറൊന്നും വെച്ച് കളയാം, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദൈവം തന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗവും മുറിക്കാതെ കളയാതെ തിരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യു ക്യാൻ ലേൺ, യു ക്യാൻ ടേക്ക് ഇറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ ഒരിക്കൽ കൂടി, ഇത് 3ാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ദെൻ യു വിൽ നോ ഹൗ 20 people ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്, ഫ്രം അമേരിക്ക, യൂറോപ്പ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇവരെല്ലാം വളരെ വിശദമായിട്ട് ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, നോർമൽ ടോൺ ഈസി. റെക്ടൽ മസിൽസ് ഞാൻ പറഞ്ഞതാണ്. അതിൽ എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടർ ആണ് ഞാൻ കുറേ കൂടുതൽ സമയം പറഞ്ഞത്. സ്ട്രൈറ്റഡ് മസിൽസ്, സെർബ്രൽ മെഡുല്ല, മോട്ടോർ കോർട്ടെക്സ്, ക്രോസ് ഓവർ. ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്, റൈറ്റ് ഹാൻഡഡ്, ഇതെല്ലാം ഉണ്ട്. അത് വളരെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല, ഒരു ക്ലാസ് കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് യു ഗോ ഓൺ റീഡിങ്, സ്പെൻഡ് മോർ ടൈം വിത്ത് ദാറ്റ്. ഇപ്പം ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഇത് ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റും കൂടെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്, ഈ ഷിറ്റ് കോൺഫ്ലിക്റ്റിന്റെ കൂടെ തന്നെ. അപ്പൊ ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഈസ് ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ബിക്കോസ് ഒരാള് ടെറിട്ടറി മാർക്ക് ചെയ്യുമ്പോൾ ഷിറ്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ മലം വിസർജിച്ചുകൊണ്ട് ഇതെന്റെ സ്ഥലമാണെന്ന് കാണിക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റും കൂടെ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് ഐഡന്റിറ്റി, ഐ ആം സോ ആൻഡ് സോ, ഐ ആം ദി സൺ ഓഫ് മൈ ഫാദർ ജസ്റ്റ് ആസ് യു ആർ, നിനക്കും എനിക്കും ഒരേ അവകാശമാണ് എന്നൊക്കെയുള്ള ആ ഒരു കോൺഫ്ലിക്റ്റാണ് ഐഡന്റിറ്റി. ദർ ആർ സോ മെനി ആസ്പെക്ട്സ് ഓഫ് ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ്. അല്ല ഒരു സിബ്ലിങ്ങിൻ്റെ അടുത്ത് മാത്രമല്ല, ഒരു 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 എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു കമ്പനിയിൽ ഞാൻ ബോസാണ്, ഇങ്ങനെയുള്ള ഇതിലൊക്കെ കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും അതെല്ലാം ഇതിനെ ബാധിക്കാം. അതെല്ലാം നിങ്ങൾ അപ്പോൾ വളരെ വിശദമായിട്ട് നിങ്ങൾ ഏത് ടിഷ്യൂ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ കേസ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദി കറക്റ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് കറക്റ്റ് പ്രോഗ്രാം ആൻഡ് കറക്റ്റ് റെസൊല്യൂഷൻ ഓൾസോ. ഓക്കെ, ഈ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അതായത് മസിൽ ആണ് അല്ലെങ്കിൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രോണിക് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് regarding his identity problem, regarding his territorial marking conflict, in the sense not water, not urine, it is shit conflict. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ക്രോണിക് ആയിട്ടുള്ള സെൽഫ് ഡീവാലുവേഷനും കൂടെ കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കുമാണ് പലപ്പോഴും ഈ സ്ഫിങ്ക്ടർ ലൂസ് ആകുന്നു, അല്ലെങ്കിൽ ഈ റബ്ബർ ബാൻഡിന്റെ ഫങ്ഷൻസ് ലാക്സ് ആകുന്നു, അപ്പോഴത്തേക്കും ഈ പ്രൊലാപ്സ് വരും. സോ വൺ ഹു ഈസ് ഹാവിങ് എ പ്രൊലാപ്സ് ഓഫ് ദ റെക്ടം, ഡെഫിനറ്റ്ലി that individual is having a self-devaluation conflict. ഇനി ചില കുട്ടികളിൽ ഇത് കാണാറുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഓർ ഹെർ മദർ ഹാഡ് ദിസ് സെൽഫ്-ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഈ കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ റെക്ടൽ പ്രൊലാപ്സിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: ക്രോണിക് സെൽഫ് ഡീവാലുവേഷൻ ആൻഡ് ലോങ് സ്റ്റാൻഡിങ് എലിമിനേഷൻ കോൺഫ്ലിക്ട്സ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഷിറ്റ് ആൻഡ് pelvic floor weakness, that is again self devaluation. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പറയുന്ന പ്രൊലാപ്സ്, അല്ലെങ്കിൽ മലദ്വാരം, മലം പോയി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് അപ്പ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്, പ്രൊലാപ്സ്ഡ്, ഇതൊക്കെ വരും. അപ്പോൾ ഈ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ കൃത്യമായി എല്ലാം വിശദമായിട്ട് പറഞ്ഞു എന്നെനിക്ക് വിശ്വാസമില്ല. നിങ്ങളതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുകയും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ വിഷയമെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. കാരണം പഠനം എന്ന് പറയുന്നത് ഈ 1 മണിക്കൂറിൽ തീരാവുന്നതല്ല. കാരണം ഇതിൽ ഓരോ ചാപ്റ്റർ, ഓരോ സബ് ചാപ്റ്ററും നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ലേണിംഗ് GNM പഠിക്കാം. ഞാൻ അധികം പറഞ്ഞിട്ടില്ല, എൻ്റെ 440 ഓഡിയോ ക്ലിപ്സ് ആർ അവൈലബിൾ ഫോർ ഫ്രീ റീഡിങ് ഇൻ അവർ വെബ്സൈറ്റ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡ്യൂറിങ് ദി കോവിഡ് ടൈം
എന്നൊരു 4 AM ക്ലബ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൽ ഞാൻ മെമ്പറായിരുന്നു. അങ്ങനെയാണ് 4 മണിക്ക് എണീറ്റ് പഠിച്ചു തുടങ്ങിയത്. അന്ന് 4 മണിക്ക് എണീറ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അടുത്ത പണി എൻ്റെ ഈ പറയുന്ന ലേണിംഗ് GNM വെബ്സൈറ്റ് എൻ്റെതായ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അന്നത്തെ അറിവും ടെക്നോളജിയും ഒക്കെ വെച്ചിട്ട് 7-8 മിനിറ്റ് നീളുന്ന 6-7 മിനിറ്റ് നീളുന്ന ഓരോ ഓഡിയോ ക്ലിപ്സ് 440 എണ്ണം ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വളരെ എന്താ പറയുക അഹങ്കാരമോ ആസ്വദിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഫോറിൽ നിന്നുള്ള ചിലരൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ചിലർ പറയും ഐ ഹവ് ബീൻ ലിസണിങ് ടു യുവർ ഓഡിയോ ഫോർ ദി ലാസ്റ്റ് സോ മെനി മന്ത്സ് ഓർ ഇയേഴ്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഞാൻ ഡോക്ടർ ശശിയെ കുറേ നാൾ കൂടി ഈ കോവിഡൊക്കെ കഴിഞ്ഞ് ബന്ധപ്പെടും. ഞാൻ ഡോക്ടറുടെ ഓഡിയോ കേട്ടുകൊണ്ടാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഓർമ്മയുണ്ട്. അദ്ദേഹം അങ്ങനെ പഠിച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം എത്തിയത്. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്, ദയവ് ചെയ്തതിൻ്റെ അപേക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുക, പഠിക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ മറ്റുള്ളവരോടും പങ്കുവെക്കുക. തീർച്ചയായിട്ടും അത് ഉപയോഗപ്രദമാകും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ശ്രമിച്ചതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കാം. കാരണം താങ്ക് യു സോ മച്ച് വിജയ, ടാപ്പിംഗ് യുവർ parenthesis. യെസ്, what problem for me? ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെക്കാം. ഡോക്ടർ എബ്രഹാം വൈദ്യനൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. എൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടാണ്, സുഹൃത്താണ്, ഒത്തിരി സീനിയർ ഡോക്ടറാണ്. അദ്ദേഹം എങ്ങനെ പങ്കെടുത്തു എന്ന് എനിക്കറിയത്തില്ല. അനുഭവങ്ങൾ പറയാം. പറഞ്ഞോളൂ. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡോക്ടർ ഹലോ സർ, ഗുഡ് ഈവനിങ്. പറയൂ. സർ, ഇതിപ്പോ ഓരോ കോൺഫ്ലിക്റ്റിലും അപ്പൊ നമ്മളത് എങ്ങനെയാണ് അത് പേഷ്യന്റിന് അത് ലെറ്റ് ഓഫ് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞപ്പോ ഒരു റിവെഞ്ച് അതുപോലുള്ള ഫീലിംഗ് ഒക്കെ നമ്മൾ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് കൂടുതലും ഈ റെക്ടൽ ആനൽ പത്തോളജീസ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പേഷ്യന്റിനോട് എങ്ങനെയാണ് ഇപ്പോൾ അത് ലെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറയുന്നത്? പേഷ്യന്റിന് അത് പറ്റുന്നില്ല ലെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിനും കൂടി ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് മാത്രമാണ് നമുക്ക് മെഡിസിൻസ് ഉള്ളത്. റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കാനുള്ള മരുന്നുണ്ട്, അൺഫോർഗീവിങ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കാനുള്ള മരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു രോഗം വന്ന ഉടനെ ഈ മരുന്ന് അങ്ങനെയൊന്നും നമുക്ക് പറയത്തില്ലല്ലോ. നമ്മൾ കേസ് എടുത്തതിന് ശേഷമല്ലേ നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഇയാളുടെ കേസ് നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ രോഗിയോട് നിങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയുന്നു. അപ്പോൾ ആ രോഗി ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് അനേക പ്രാവശ്യം അനുഭവം ഉള്ളതുപോലെ തന്നെ ഈ ഡോക്ടർ ഒരു എന്താ ജ്യോതിഷജ്ഞാനാണോ, പ്രിഡിക്റ്റ് ചെയ്യുന്ന കഴിവുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് കോൺഫ്ലിക്റ്റ് പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു 5 കോൺഫ്ലിക്റ്റ് പറയും, ചിലപ്പോൾ 50 കോൺഫ്ലിക്റ്റ് പറയുന്നവരുണ്ട്, 18 കോൺഫ്ലിക്റ്റ്, 22 കോൺഫ്ലിക്റ്റ് ഒക്കെ. കോൺഫ്ലിക്റ്റ് അല്ല, രോഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരൊറ്റ കേസായിട്ട് അല്ലെങ്കിൽ ഒരു സിംറ്റം മാത്രമായിട്ട് വന്ന് പറയുന്നവരുണ്ടാവും. അപ്പം നമുക്ക് കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് സാധിക്കും. അനേകം കോൺഫ്ലിക്റ്റുകൾ ഒരേ സമയത്ത് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ പറയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈം അവൈലബിൾ ഫോർ us. ഇനി ഡോക്ടർ സുനിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഹൗ യു വിൽ ബി ഏബിൾ ടു മാനേജ്. ഇത് നമ്മളല്ല മാനേജ് ചെയ്യുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ടു ബി ഡൺ ബൈ ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ഷമിച്ചില്ല, ഇല്ല ഡോക്ടറെ ക്ഷമിക്കത്തില്ല, ഞാൻ വേണേൽ ഡോക്ടർക്ക് ഫീസ് തരാം, ഡോക്ടർക്ക് കാശ് തരാം, പക്ഷേ എൻ്റെ രോഗം മാറ്റി തരണം, പക്ഷേ ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഹെൽപ്പ്. അവിടെയാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത് ദർ ആർ 2 ലെവൽസ് ഓഫ് റെസൊല്യൂഷൻ. വൺ ഈസ് ഇൻ ദി സൈക്കിക് റെസൊല്യൂഷൻ. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ രോഗിയോട് പറയാം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, പക്ഷെ നിങ്ങളത് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുന്നുണ്ടോയെന്നൊന്നും നിങ്ങളുടെ വിഷയമാണ്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ യു വിൽ നോട്ട് ബി എൻജോയിങ് ദാറ്റ് ക്യൂർ. അതുകൊണ്ട് ഡോക്ടർ ഹാമർ പറയുന്ന രണ്ടാമത്തെ കാര്യം, ദി റിയൽ ഹീലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദി സ്പിരിച്വൽ ലെവൽ. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും ഓരോ തലത്തിലാണ്.
ഒരിക്കലും നമ്മുടെ മുമ്പിലിരിക്കുന്ന രോഗി എൻ്റെ ലെവലിലുള്ള സ്പിരിച്വാലിറ്റി ഉള്ള ആളാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ ഒരേ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഫോർ മീ അറ്റ്ലീസ്റ്റ് ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളോട്, ഞാനൊരു കാത്തലിക് ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. എനിക്ക് അറിയാവുന്ന ഹിന്ദുയിസമാണ് ഞാൻ എൻ്റെ ഹിന്ദു പേഷ്യൻസിനോട് പറയുന്നത്. ബിക്കോസ് ദേ ആർ ഗ്രോൺ ഇൻ ദാറ്റ് സ്പിരിച്വാലിറ്റി ഫോർ ദി ലാസ്റ്റ് 30, 40, 50 ഇയേഴ്സ്. അത് മാറ്റാനൊന്നും പറ്റത്തില്ല, കാരണം അതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ കൺവിക്ഷൻസ് അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിനെ നമ്മൾ പ്രീ കൺസീവ്ഡ് ഐഡിയ എന്നോ ബയസ്ഡ് എന്നോ എന്ത് വേണേലും വിളിക്കാം. ബട്ട് ദറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടോ 2 പ്രാവശ്യം കൊണ്ടോ തീരുന്നതല്ല, നമ്മൾ അനേക പ്രാവശ്യം ചിലപ്പോൾ ഈ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഒരു ലേണിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഇത്രയും വർഷം ജീവിച്ചതിൻ്റെ അകത്ത് നമുക്കൊരു നോളജ് ഓഫ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചില അറിവുകളുണ്ട്. അതൊരിക്കലും നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഡോക്ടർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പം ഞാനിപ്പം സംസാരിക്കുമ്പോൾ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ചേർന്നതിന് ശേഷം 51ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം 81 വർഷം ഒരു ഡോക്ടറായിട്ടിരുന്നത് 48 വർഷത്തിലാണ്. ഞാൻ 78ലാണ് ഞാൻ ഡോക്ടറായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ 78 to 48 ഇയേഴ്സ് ലോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അത് നമ്മൾ എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം വായിച്ചു, എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, എങ്ങനെയാണ് നമ്മുടെ ഫാമിലി മാനേജ് ചെയ്തത്, എങ്ങനെയാണ് എൻ്റെ ലൈഫ് സിറ്റുവേഷൻസ് എന്നെ പോളിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കുന്നു, എങ്ങനെയാണ് ജീവിതത്തെ ഞാൻ കാണുന്നത് എന്നുള്ളത് ആ രോഗിയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തട്ടിച്ച് നോക്കാനായിട്ട് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ സുനിൽ ഹോമിയോ ഡോക്ടർ അല്ലേ? എനിക്കറിയാമല്ലോ അല്ലേ? അതെ സാർ. എവിടെയാ ഡോക്ടറുടെ വീട്? നമ്മൾ ഒത്തിരി കണ്ടു പരിചയമുള്ളതാണ്. ഞാൻ ആക്ച്വലി കണ്ണൂരാണ്. ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഓ, ഇവിടെ ഗവൺമെന്റ് സർവീസിലാണ്. CGHSലാ? ഡൽഹി ഗവൺമെന്റ് സർവീസില്. ഓ, ഉം. ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ സുനിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു ബരൈറ്റക്കാർ പേഷ്യൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അയാളെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അയാളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓക്കെ. വാസ് ഫ്രോം മിലിറ്ററി. പുള്ളി SLC പാസ്സായോ എന്ന് എനിക്ക് സംശയം വരുന്ന രീതിയിലാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നത്. പുള്ളി ഹി കെയിം ഫോർ ദി ED, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. പുള്ളിയുടെ ഓക്കെ. ഇതൊന്നും പറഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാനാ? കാരണം ഞാൻ ചോദിക്കും, പുള്ളിയുടെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ അതിർത്തിയിൽ ഇങ്ങനെ തോക്കും പിടിച്ചുകൂടിയിരിക്കും, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കും, കുറെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വീട്ടിൽ വന്ന് റൂമിൽ വന്നു കഴിയുമ്പോൾ ഫോൺ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലാതെ പുള്ളിക്ക് ഒരു ജീവിതമില്ല. ഇപ്പോൾ പുള്ളിയോടൊരു നമ്മുടെ ഒരു സൈക്കിക് റെസൊല്യൂഷനോ കോൺഫ്ലിക്റ്റോ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കും. ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. അപ്പൊ ആ ആളെ നമ്മൾ വെറുതെ കോൺഫ്ലിക്റ്റ് പറഞ്ഞിട്ട് ശരിയാക്കാമെന്ന് വിചാരിക്കണ്ട. അവിടെയാണ് നമുക്ക് ഹോമിയോപ്പതി ഡോക്ടർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ മെഡിസിൻസ്. വി ക്യാൻ ഗീവ് ടു ഓൾ പേഷ്യൻസ്. ഞാൻ ടു ബി ഫ്രാങ്ക്, ഐ എം ഗിവിംഗ് ഹോമിയോപ്പതി മെഡിസിൻസ് ടു 100% ഓഫ് മൈ പേഷ്യൻസ്. പക്ഷേ ഇന്ന് എന്നോട് വന്നിട്ട് പണ്ടൊക്കെ കൊടുക്കുന്നത് ഓർത്തോണ്ടാരോ വന്ന് ചിക്കൻ ബോക്സിന് പ്രിവെന്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു. 1 മണിക്കൂർ ഇരുന്ന് വധിച്ചിട്ടാണ് ഞാൻ ആ ഫാമിലിയുടെ അവരുടെ ഉള്ളിലുള്ള ഫിയർ ഓഫ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഫിയർ ഓഫ് കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ ഫിയർ ഓഫ് എപ്പിഡെമിക് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൊടുത്തത്. ഈ 1 മണിക്കൂർ ഇരുത്തി ഞാൻ പറഞ്ഞു ഇത് തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. എന്താ സുനിലെ, ഡൽഹിയിലൊക്കെ എങ്ങനെയാ? നമ്മളിപ്പോ ഇവിടെ സാധാരണ എന്താണ് ഒഴുക്കിന് അനുസരിച്ച് നീന്താനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് സർവീസിലാവുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ നീന്തരുത്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ബഹുമാനം പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയോ നാൾ മുമ്പേ തന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെയല്ല. വെൻ വി ഹാവ് എ നോളജ് ഈസ് പവർ. ഒഴുക്കിനെതിരായിട്ട് നീന്താനായിട്ട് തന്നെ ശ്രമിക്കുക. പുറകിൽ ആരും ഉണ്ടോന്ന് നോക്കണ്ട. സോ ഐ യൂസ് ടു ടേക്ക് എ ഫ്ലാഗ് ആൻഡ് ഐ ഡോണ്ട് ലുക്ക് ബാക്ക് ടു സീ ഹൗ മെനി ആർ ഫോളോയിങ് മീ. നിങ്ങൾ അറിയാമല്ലോ, ഇത്രയും മഹത്തായിട്ടുള്ള നമ്മള് പല സ്ഥലത്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് നമ്മള് ഉത്തരം കൊടുക്കേണ്ടി വരും. അത് സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം ആ ഉത്തരം. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ വരുമല്ലോ. ലിമിറ്റേഷൻ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സുനിലിനോട് യോജിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഹോമിയോപ്പതി കോളേജ് ചേരുന്ന കാലത്തും ചിക്കൻ ബോക്സ് ഇങ്ങനെ തന്നെ ഒരു ബ്ലഫ്സും വെസിക്കിളും ഒക്കെ ആയിരുന്നു, ഫസ്റ്റ്യൂൾസും ഒക്കെ ആയിട്ട് വരുന്നു. നമ്മൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് അടുത്ത ആഴ്ച, അടുത്ത മാസം, അയ്യോ COVID-19 ഓൾറെഡി മ്യൂട്ടേഷൻ സംഭവിച്ചു ഇല്ലേ? എന്നെ കേൾക്കുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞേ. അപ്പൊ ഈ 19 വർഷമായിട്ട് എന്താ ഈ
വൈറസിന് മ്യൂട്ടേഷൻ വരാത്ത ചിക്കൻ പോക്സ് ഇന്നും അന്നും ഒരേപോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ഹാമർ പറഞ്ഞ് വിശ്വസിക്കുന്നത്. നോ ഡിസീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്, നോ ഡിസീസ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ്, ദർ ആർ നോ കമ്മ്യൂണിക്കേഷൻസ് ഡിസീസ്, ദർ ആർ നോ ഇൻഫെഷ്യസ് ഡിസീസ്, ബാക്ടീരിയ ആർ ദർ, വൈറസ് ആർ ദർ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ എല്ലാവരും കൂടെ ട്രോള് ചെയ്യും. എങ്ങനെയാണ് വർഗീസ് പറയുന്ന മൈക്രോബ്സ് ഇല്ല എന്ന് പറയുന്നു. അല്ലങ്ങനെയല്ല പറയുന്നു, മനസ്സിലാക്കൂ. ദർ ആർ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ത്രെഷോൾഡ് ഉണ്ട്. അതായത് എൻഡോഡിയൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിൽ മൈക്രോ ബാക്ടീരിയ ആൻഡ് ഫംഗസ്, അതർ ടിഷ്യൂവിൽ ഓർഡിനറി ബാക്ടീരിയ, മ്യൂക്കസ് മെംബ്രെയിൻ ഇലക്ട്രോഡിയം ആയിട്ടുള്ള വൈറസ്. They are having a biological purpose and they are having our appearance during the healing phase. അപ്പൊ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന സാധനം ബ്ലഡ്സ് കാണുമ്പോൾ അവിടെ ഓൾറെഡി വൈറസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് ദാറ്റ് വൈറസ് ഈസ് നോട്ട് കോസിങ് ദ ബ്ലഡ്സ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സുനില്. GSKയുടെ ലോ ഓഫ് ഫോർത്ത് ബയോളജിക്കൽ ലോ ആണ് ബെനിഫിഷ്യൽ റോൾ ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സ് ഡു എക്സിസ്റ്റ് ബട്ട് ദേ വിൽ നോട്ട് കോസ് ഡിസീസ്. They are happening during the healing phase. അപ്പൊ അന്നത്തെ മനുഷ്യനും 50 വർഷം മുമ്പുള്ള മനുഷ്യനും ചിലപ്പോൾ 100 വർഷം മുമ്പ് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബ്ലഡ്സ് തന്നെയാണ് ഇന്നും ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. എനിക്ക് വേറൊരു കേസ് ഇന്ന് ഫോണിൽ വന്നതാണത്. വെക്കേഷൻ, അതായത് ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുന്ന 10 ദിവസം കസിൻസ് എല്ലാവരും കൂടെ, അതായത് സഹോദരങ്ങൾ 2 ലേഡീസ് 1 ബോയ്, ഇവരുടെ മക്കള് എല്ലാം 3 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സ്, ഇവരെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അപ്പൊ ഒരു കുട്ടീനെ അമ്മയുടെ കൊണ്ടുവന്നിട്ട് ആ ഫാദർ പോയി. അന്നാണ് അയാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായത്. അപ്പൊ ബാക്കി അമ്മമാർക്കെല്ലാം പേടിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫിയർ ഓഫ് ഇൻഫെക്ഷൻ. അത് ഇറ്റ് ഈസ് ഓൾസോ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. എനിക്ക് ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ഈ ഇറപ്ഷൻസ് എൻ്റെ അടുത്ത് വരുമോ എന്ന് പേടിച്ചു കഴിഞ്ഞാലും അത് കോൺഫ്ലിക്റ്റ് ആണ്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇത് രണ്ടും ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. കൊച്ചിനൊന്നും അറിയത്തില്ല ഇത് ഇൻഫെക്ഷൻ ആണോ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണോ, ഹാമർ എന്താ പറഞ്ഞത്, ഹനുമാൻ എന്താ പറഞ്ഞത്, ഇതൊന്നും കൊച്ചിന് അറിയത്തില്ല. കൊച്ചിന് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അവൻ കാര്യം എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന കസിൻസ് എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ചിക്കൻ ബോക്സ് അന്നും ഇന്നും എന്നും ഇനി 100 വർഷം കഴിഞ്ഞാലും മനുഷ്യനുള്ളിടത്തോളം കാലവും ചിക്കൻ ബോക്സ് അതേപോലെ തന്നെ ബ്ലഡ്സ് ആയിട്ട് വരും എന്നുള്ളത് വിശ്വസിക്കുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കട്ടെ. ഓക്കെ, താങ്ക് യു. അതേപോലെ ഇത് ക്യാൻസർ അല്ലെങ്കിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതില് പിന്നെ ഫർദർ ആയിട്ട് മെറ്റാസ്റ്റാസിസ് വരിക, ഫർദർ ഓർഗൻസ് അഫക്റ്റ് ആവുക, അങ്ങനെയൊക്കെയുള്ള. Metastasis theory is a fake theory. No cancer cell travel just like through water. ഒരു തോട്ടിൽ കൂടെ വീഡ്സ് ഇല്ലേ, എന്താ പായല് പറന്നു അല്ല ഒഴുകിപ്പോയി വേറൊരിടത്ത് വളരുന്നത് പോലെ ബ്ലഡിലൂടെയോ ലിംഫിലൂടെയോ ലിംഫാറ്റിക്സിലൂടെയോ ഒന്നും ഒഴുകിച്ചെന്ന് വേറൊരിടത്ത് വേറൊരു ടിഷ്യൂവിൽ ഗ്രോ ചെയ്യത്തില്ല. അതുകൊണ്ട് മെറ്റാസ്റ്റാറ്റിക് തിയറി ഈസ് എ ഫേക്ക് തിയറി. കാർസിനോജൻ തിയറി ഈസ് എ ഫേക്ക് തിയറി. വിത്ത് ക്യാൻസർ nobody will die. Everybody can die of fear of cancer, not because of the cancers. And maltreatment, wrong treatment. കഴിഞ്ഞ ആഴ്ച ബാത്രാസ് അക്കാഡമിയിൽ 2 മണിക്കൂർ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഓൺ ക്യാൻസർ ആൻഡ് GHK. വായിക്കുക, പഠിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ. ഹൗ ടു ആക്സസ് യുവർ ക്ലാസ്സസ് സർ? KRN ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്സസിൻ്റെ എല്ലാം എത്ര പേർക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഞാൻ റിക്വസ്റ്റ് യു ടു ബി എ മെമ്പർ ഓഫ് അവർ ഗ്രൂപ്പ്, മലയാളം വെബിനാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, മലയാളം GHK മലയാളം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് എന്നെയും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി. അതാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ. KRN ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് 2 രീതിയിലുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ പെയ്ഡ് വെബിനാർസ് നടക്കുന്നുണ്ട് ഓൺ സൺഡേസ് ആൻഡ് വെനസ്ഡേസ്. ഇത് ചെറിയ നോമിനൽ, നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഫീസാണ്. പുറത്ത് യാതൊരു വിലയില്ലാത്തൊരു ഇതാണ്. 2500 രൂപയോളമാണ് നമ്മൾ ഒരു വർഷത്തേക്ക് ഫീസ് മേടിക്കുന്നത്. അത് ഈ യൂട്യൂബും സൂമും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്കൊരു മോണിറ്റൈസേഷനും ഇല്ല. അപ്പോൾ ഈ ഫീസ് മേടിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു ചെറിയ ഒരു എമൗണ്ട് മുടക്കാമെങ്കിൽ യു ആർ ഫ്രീ ടു വിസിറ്റ് അവർ വെബ്സൈറ്റ്. അവിടെ ഒരു 100 കണക്കിനുള്ള വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാം, വായിക്കാം, കേൾക്കാം.
എന്നെ നേരിട്ട് വിളിച്ചോളൂ. മിസ്റ്റർ KRN. KRN ആരാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഒന്ന് പറയാമോ? KRN ആരാണ്? ഡോക്ടറാണോ? ഹലോ സർ, എൻ്റെ പേര് കീർത്തന. കീർത്തന. ഓക്കെ. ഡോക്ടറാണോ? യെസ്. എവിടെ നിന്നാണ്? കോഴിക്കോട്. നമ്മൾ അയൽവക്കംകാരല്ലേ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. വായിച്ചു പഠിക്കുക ഡോക്ടറെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. എൻ്റെ നമ്പർ എവിടെന്നെങ്കിലും കിട്ടും. ഓക്കെ സർ. ഷൈനി കുര്യൻ ചോദിക്കുന്ന മെസൻട്രിക് ലിംഫഡിനോപ്പതി ഇൻ ചിൽഡ്രൻ റീസൺ. അതിൻ്റെ അത് മെസൻട്രിക് ആയാലും എവിടെയാണെങ്കിലും ലിംഫാറ്റിക് സിസ്റ്റം ഈസ് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. ഏറ്റവും കൂടുതൽ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ബോൺസ് ആൻഡ് ജോയിൻസ് ആണ്. അത് കഴിഞ്ഞ് മസിൽസ് ആണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ടെൻഡൻസ് ആണ്, ലിഗമെന്റ്സ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലിംഫ് വരുന്നത്. അപ്പോൾ ലിംഫാറ്റിക്സ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻസ് മെസൻട്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ സംതിങ് ഡിവാലുവേഷൻ, അതായത് മൈ ലിവർ ഈസ് നോട്ട് ഓക്കെ, അല്ലെങ്കിൽ മൈ സ്പ്ലീൻ ഈസ് നോട്ട് ഓക്കെ, അല്ലെങ്കിൽ മൈ ലിവർ ഈസ് നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ലിവർ എൻലാർജ്ഡ് ആണ്, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ഫാറ്റി ലിവർ ഉണ്ട് എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ ഇറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ് സം സെൽഫ് ഡിവാലുവേഷൻ. അങ്ങനെയുള്ളതാണ് ഇത് വരുന്നത്. ഇനി കൊച്ചു കുട്ടികളുടെ കാര്യമാണ് ചോദിച്ചത്. ചിൽഡ്രൻ, വാട്ട് ഈസ് ദ റീസൺ? ചിൽഡ്രൻ എന്ന് പറയുന്നത് പലപ്പോഴും അത് അമ്മയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. കാരണം ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ 18 വയസ്സ് വരെ അമ്മയുടെ കോൺഫ്ലിക്റ്റും കുട്ടിയുടെ കോൺഫ്ലിക്റ്റും ഒരു യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ദി മദർ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓർ ഷെയർഡ് ബൈ ദി ചൈൽഡ്. ഇപ്പൊ ചൈൽഡിലാണ് കാണിക്കുന്നത്, പക്ഷെ അമ്മയ്ക്കാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. അത് തന്നെയാണ് എല്ലാ സോക്കോൾഡ് കൺജനൈറ്റൽ ഡിസീസസിലും നടക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ഓട്ടിസം, ലെറ്റ് ഇറ്റ് ബി മംഗോളിസം, ലെറ്റ് ഇറ്റ് ബി ഡിസ്ലെക്സിയ, ഏത് കേസ് ആണെങ്കിലും മദർ ഡ്യൂറിങ് ദി പ്രഗ്നൻസി അല്ലെ ഡ്യൂറിങ് ദി ഡെലിവറി ഓർ ഏർലി പാർട്ട് ഓഫ് ദി പോസ്റ്റ് പാർട്ടം പീരീഡ്, ഇങ്ങനെയുള്ള കാലങ്ങളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം കുട്ടിയെ ബാധിക്കാം. എനിത്തിങ് എൽസ്? സൂര്യ പറഞ്ഞു കേട്ടില്ല. ഞാനൊരു പേഷ്യൻ്റ് ഇന്ന് വന്ന ഒരു ECG അവർക്ക് വേരിയേഷൻ വന്നു. ഒത്തിരി വേരിയേഷൻ, 4 വേരിയേഷൻ ഉണ്ട്. അവർക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, കൈകഴപ്പുണ്ട്, ചെസ്റ്റ് താടിയിലോട്ടൊക്കെ വേദന പോകുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞ് വന്നെങ്കിലും അവരൊരു അലോപ്പതി മെഡിക്കേഷന് പോകാൻ തയ്യാറല്ലാതെ എന്നോട് വന്നു. അപ്പൊ അവിടെ ഞാൻ എന്ത് കോൺഫ്ലിക്റ്റ്, എന്താണ് അവിടെ ഒന്ന് പ്രതീക്ഷിക്കാന്നൊക്കെ പറയാൻ പറ്റും? നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അത് ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ അത് എൻക്വയറി ചെയ്യാതെ ഏത് ECG എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വേരിയേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യമല്ലേ. അതൊക്കെ വിട്. കാരണം ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങളെക്കാളൊക്കെ ഒരു പക്ഷേ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൽ ECG വെച്ചിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ ഒരു അകത്തുള്ള സംഭവങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. എല്ലാ സിംറ്റത്തിനും ഒരു പനിയാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, ഡയറി ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ ശരിയാകത്തില്ല. ബുദ്ധിമുട്ടുകളല്ല, വാട്ട് ആർ ദി സിംറ്റംസ്. നിങ്ങൾ ECG വേരിയേഷൻ എന്ന് പറയാതെ അപ്പൊ അതിൽ കേട്ട ഉടനെ ട്രോൾ ചെയ്യരുത്. വർഗീസ് ഡോക്ടർ ഒരു ഇൻവെസ്റ്റിഗേഷനും അവർക്ക് ഉള്ളത് ചെസ്റ്റ് പെയിൻ ഉണ്ട്, ചെസ്റ്റിൽ നിന്ന് കഴുത്തിലോട്ട് വേദന പോകുന്നു, കയ്യിലോട്ട് കഴപ്പ് വരുന്നു, മുതുകത്ത് വേദന കൊണ്ട് അവർക്ക് മൊത്തത്തിൽ ഡിസ്നിയ ഉണ്ട്, ഒരു എക്സേഷണൽ ഡിസ്നിയ വരുന്നു. എക്സേഷണൽ ഡിസ്നിയ ഇതിൻ്റെ അകത്ത് ഈ കൊറോണറി ആർട്ടറി ഡിസീസിലല്ല. കൊറോണറി ആർട്ടറി ഡിസീസിൽ ടെറിട്ടറി ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. അത് എലിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്നത്, കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് കൊളസ്ട്രോളുമായിട്ടുള്ളത് ബ്ലോക്കേജ് ആണോ? ഇതൊക്കെ നമുക്ക് ബ്ലോക്കേജ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ആസ് എ കോസ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസിൽ സംഭവിക്കുന്നത് മുഴുവനും നമ്മൾ ഡോക്ടർ ഇവിടെയും ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണെന്നാണോ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് സൂര്യ ഡോക്ടറെ 100% ഓഫ് ദി ഡിസീസസ് 100%, 3 എക്സെപ്ഷൻസ് അനേക ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദർ ആർ 3 എക്സെപ്ഷൻസ് ഓൺലി. വൺ ഈസ് ട്രോമ, ഇഞ്ചുറി, ആക്സിഡന്റ് എന്നൊക്കെ പറയുന്ന സാധനം. രണ്ടാമത്തേത് പോയിസണിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ വാട്ടർ കണ്ടാമിനേഷൻ, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാം ടോക്സിൻസ് ആണ്. അത് എല്ലാവരെയും ബാധിച്ചേക്കാം. നമ്പർ 3 മാൾ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഓർ ന്യൂട്രിയൻസ്,
നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് എത്തുന്നില്ല. ഇറ്റ് മേ പ്രൊഡ്യൂസ് സം സിംറ്റംസ്. ദേ ആർ നോട്ട് ഡിസീസസ്, ദേ ആർ നോട്ട് നാച്ചുറൽ ഡിസീസസ്. അതുകൊണ്ട് ബാക്കി എല്ലാം 100% ഓഫ് ഡിസീസസ് ആർ ഡ്യൂ ടു കോൺഫ്ലിക്ട്സ്. ആ കാർഡിയാക്കിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ഏതാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊന്ന് അറിയാൻ വേണ്ടി. ഉണ്ടല്ലോ കാർഡിയാക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. യു റീഡ്. ഇല്ല. ഹാർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഹാർട്ടിന്റെ അകത്ത് വാൽവ് ഡിഫറെന്റ് ആണ്, മയോകാർഡിയം ഡിഫറെന്റ് ആണ്, കൊറോണറി ആർട്ടറീസ് ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ടിഷ്യൂ ഒറിജിൻ ആകുമ്പോൾ ഡിഫറെന്റ് കോൺഫ്ലിക്ട്സ് വരും. നമ്മളത് പഠിക്കണം. ഇവിടെ ഇന്നൊരു വിശിഷ്ട വ്യക്തി ഉണ്ട് ഇവിടെ. ഡോക്ടർ അല്ല, ലീല കുറുപ്പ് ഒന്ന് അൺമ്യൂട്ട് അല്ല സോറി, ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നമ്മുടെ ഹെർപ്പിസിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫ്രണ്ടും ഞങ്ങളുടെ മെൻറ്ററുമായ അജോയ് കുറുപ്പിൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ കണ്ണൂരുകാരിയാണ്. അദ്ദേഹം ലീല ശരീരത്തിലുണ്ടായ ഒരു ഹെർപ്പീസിൻ്റെ ഹീലിംഗ് ആണ് ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പബ്ലിക്കായിട്ട് ഇട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ലീലാമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അനുഭവങ്ങളൊന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ദർ. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി രാവിലെ വാച്ച് ചെയ്തൊരു വീഡിയോ ആണ് അജോയ് കുറുപ്പിൻ്റെ. ഹൗ ഹീ ഈസ് നോട്ട് എ ഡോക്ടർ, എന്നിട്ടും സ്വന്തം അമ്മയുടെ ഉള്ളിലുണ്ടായ കോൺഫ്ലിക്റ്റ് ഓഫ് സെപ്പറേഷൻ, എത്രയോ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സെപ്പറേഷൻ എങ്ങനെ ഹീല് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക. വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹൗ എ layman who is not a doctor, how he could learn and teach his own mother who was suffering from the healing symptoms of a separation conflict. Okay. ആരെങ്കിലും പറയുന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. ആരെങ്കിലുമൊക്കെ പങ്കുവെക്കണം. മിന്നു ടീച്ചർ പറയുന്നോ അമ്മയുടെ കാര്യങ്ങളൊക്കെ? വിരോധമില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാണിച്ചോളൂ. ഏതാനും മിനിറ്റുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് മിന്നു ടീച്ചറുടെ അമ്മയുടെ ഒരു അസുഖം എങ്ങനെ പുള്ളിക്കാരത്തി തന്നെ, ഷീസ് നോട്ട് എ ഡോക്ടർ, ഷീസ് ഫ്രം മഞ്ചേരി, ഷീസ് എ സ്കൂൾ ടീച്ചർ, ഹൗ ഷീ കുഡ് മാനേജ് GST. അപ്പൊ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചോ, എല്ലാവരും ഒക്കെ കാണട്ടെ. വീഡിയോ വേണ്ട, പറഞ്ഞോളൂ. ഞാന് പിന്നെ ഡോക്ടറോട് സംസാരിക്കുന്നത് സൺഡേ രാത്രിയാണ്. സൺഡേ പകല് പോയിട്ട് ഉമ്മാന്റെ കൂടെ ഒരു 3 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. അപ്പോ കുറെ കാര്യങ്ങൾ ഉമ്മ സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നീടാണ് ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയം എന്താ ഉണ്ടായത് എന്നുള്ളത് ചോദിച്ചത്. അപ്പൊ ഞാന് രാത്രിയും രാവിലെയും അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയത്. ഉമ്മ ഒരു വിഷയം പറഞ്ഞിരുന്നു. ഉമ്മാന്റെ മോന്റെ ഒരു കമ്പനി തുടങ്ങുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ സമയത്തിന് കറക്റ്റ് ആയില്ല എന്നുള്ളൊരു ടെൻഷൻ, ആ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് വിഷമം ഉണ്ടായിരുന്നത് ഞാൻ ഓർത്തു. അങ്ങനെ ഒരു തിങ്കളാഴ്ച മൺഡേ രാവിലെ പോയിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായോ എന്ന് വീണ്ടും ചോദിച്ചപ്പോ ഉമ്മാക്ക് വീണ്ടും അതേ അവസ്ഥ, കരച്ചിൽ വന്നു. അപ്പോ ഡോക്ടർ പറയുന്നത് പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ തവക്കല് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയും ആ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ളതൊക്കെ ഞാൻ learning.gnm.com എന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിരുന്നു. അത് വെച്ചിട്ട് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തപ്പോ ഉമ്മ ആ സമയത്ത് തന്നെ ഒരു 5 മിനിറ്റിന്റെ ഉള്ളില് വളരെ പെട്ടെന്ന് ഉഷാറായിട്ട്, ഈ കൊണ്ടുവന്ന കരിക്ക് കൊണ്ടുവന്നാ ഞാൻ കുടിക്കട്ടെ ആയിരുന്നു. അങ്ങനെ അപ്പൊ തന്നെ കരിക്ക് കുടിച്ചു. പിന്നെ ഇന്നിപ്പോ ആള് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഛർദിയൊക്കെ മാറി പിന്നെ റൂമിന്ന് സിറ്റ് ഔട്ടൊക്കെ ഡൈനിങ് ഹാളിലൊക്കെ എത്തി സീറ്റൊക്കെ മാറി നടക്കാൻ തുടങ്ങി.
പക്ഷെ ആള് ഞാൻ പറഞ്ഞ സമയത്ത് ഉഷാറായിട്ട് ഉൾക്കൊണ്ടു. പക്ഷെ ഇനി നമ്മൾ പറയുമ്പോ ചിലപ്പം അതുകൊണ്ടൊന്നും ആവില്ല എന്നൊക്കെ പറയാനൊക്കെ സാധ്യത ഉണ്ട്. കാരണം അവരൊക്കെ ഇത് അത്ര ഉൾക്കൊണ്ട ആളുകളല്ല. എന്തായാലും അത് വിജയിച്ചു. ഞാൻ അജയ് വന്നിട്ടുണ്ട്. അജയ് വരുന്നതിന് മുമ്പ് ഞാൻ ലീലാമ്മയുടെ ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു, ഇഫ് ഷീ ഡസ് ഇൻ മൈൻഡ്, വിരോധമില്ലെങ്കിൽ സ്വന്തം അനുഭവം ഒന്ന് പറയാമെന്ന്. അത് ഇന്ന് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും ലീല ഇടയ്ക്ക് വീഡിയോ കാണിച്ചായിരുന്നു. ലീലാമ്മ ഒന്ന് കാണിക്കാമോ? യെസ്, ലീലാമ്മ ഒന്ന് സംസാരിച്ചോളൂ. അനുഭവങ്ങൾ വളരെ ചുരുക്കിയ വാചകങ്ങൾ പറഞ്ഞു. മ്യൂട്ടോ. അൺമ്യൂട്ട് ചെയ്തുതരാം. മൈക്കിലൊന്ന് പ്രസ് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ താഴെ പോയിട്ട് റെഡ് ലൈറ്റ് അല്ല റെഡ് മൈക്ക് ക്രോസ് ചെയ്തിട്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. റെഡ് നമ്മുടെ പടത്തിന്റെ താഴെ ഒരു റെഡ് ഇല്ലേ ലീലാമ്മ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ജോയ് ഒന്ന് കൂടുന്നോ? Joy is one of the mentor and he offered a very, very good video. ഞാൻ സാധിക്കുന്നതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ജോയ് എന്തെങ്കിലും സംസാരിക്കുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് വിഷയം. ലീലാമ്മയുടെ ഞാനിപ്പോൾ പറഞ്ഞത് അജയുടെ മദറാണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഹാഡ് ടു മീറ്റ് വിത്ത് എ വെരി ട്രാജിക് ഇൻസിഡൻറ്റ്. ഹെർ ഹസ്ബൻഡ് പാസ്ഡ് അവേ അൺടൈംലി. അപ്പോൾ മകളുടെ മകള് ഷീ കെയിം ടു Bombay and she had to return to Singapore where she was settled. അപ്പോൾ grandmother was worried about her granddaughter. പക്ഷെ ഗ്രാൻഡ് ഓക്കെ ആയെന്ന് അവളുടെ സ്കൂളിലെ പെർഫോമൻസ് ഒക്കെ കൂടി മനസ്സിലായപ്പോഴത്തേക്കും ഷീ ഗോട്ട് ഇൻ ടു ദി റിസൊല്യൂഷൻ സ്റ്റേജ്. അങ്ങനെ ഷീ ഡെവലപ്ഡ് ലെഫ്റ്റ് സൈഡഡ് ആയിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹെർപ്പീസ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് അജോയ്, ഡ്യൂ ടു ഹിസ് നോളജ് ഓഫ് GHK, he gave all the information and requested her to be cool regarding that, and gradually within the shortest time period she got cured of the disease or completely got out of the complaint. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. അനിത, ഒരിക്കൽ കൂടി അനിതയ്ക്ക് താങ്ക്സ്. ഈ പരിപാടി, ഈ ഷോയുടെ എല്ലാം പിന്നിലുള്ള വ്യക്തി ഡോക്ടർ അനിതയാണ്. അനിതയും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാറില്ല. അനിതയെ കേട്ടത് മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ. അനിതയില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. അടുത്ത ചൊവ്വാഴ്ചയും നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പങ്കെടുക്കുക. പുതിയ വിഷയവുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.